ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് ഹോശിയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഏവർക്കും പരിചിതമായ തിരുവെഴുത്താണ്. അതിനെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. അതിന് ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഈ രാത്രിയിലെ കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശീർവദിക്കട്ടെ. നന്ദിവാചകം ആദ്യം അങ്ങ് പറയാൻ ഞാനാ പറഞ്ഞത്. പുള്ളി നിരപരാധിയാ. ദൈവത്തിൻ്റെ മഹത്വം. കാരണം ഈ മിക്കയിടത്തും ഒടുവിൽ ഈ നന്ദിവാചകം പറയുമ്പോൾ അത് ചിലർക്ക് അറിയത്തില്ല. ആ ചെയ്ത ശുശ്രൂഷയുടെ അന്തരീക്ഷവും പകിട്ടും കളയുന്നത് ചില സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ എങ്ങനെയാന്ന് ഇത് കഴിയുമ്പോൾ അറിയാം. അപ്പം മിക്കയിടത്തും അങ്ങനെ. പിന്നെ അതും ഇതുമെല്ലാം ഈ പറഞ്ഞ് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഒരു സ്ഥലത്ത് യോഗത്തിന് അല്പം ലേറ്റായി. തൃശ്ശൂർ പകൽ യോഗം കഴിഞ്ഞ് പെട്ടെന്ന് വരിക കിടങ്ങറായിൽ വൈകിട്ട് കൺവെൻഷൻ. അപ്പം നമ്മുടെ കാലടി പാലത്തിൻ്റെ അവിടെ ബ്ലോക്കായിപ്പോയി. ഇപ്പോൾ ഇച്ചിരി സൗകര്യമായി. ഭയങ്കര ഒരു 1.5 മണിക്കൂർ അവിടെ പെട്ടുപോയി. അല്ലെങ്കിൽ ടൈമിൽ ഓടിയെത്തും. അപ്പം ഞാനും പ്രയാസപ്പെട്ടു. കൺവെൻഷൻ നടത്തുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അടുക്കാറായപ്പോൾ ഞാൻ ആ ദൈവദാസനെ വിളിച്ചു. അപ്പം ദൈവദാസൻ പറഞ്ഞു സമയം ഒത്തിരി പോയി, എല്ലാവരും നോക്കിയിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, സ്തോത്ര കാഴ്ച എടുക്കുന്നുണ്ടോ? അതുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതങ്ങ് എടുക്കാം, അതെല്ലാം എടുത്തെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു എടുക്കാവുന്നിടത്തോളം എടുത്തേച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നാ നന്ദി പറയത്തില്ലേ, ലാസ്റ്റ് ദിവസമല്ലേ നന്ദി. ഉടനെ പുള്ളി എന്നോട് പറയാ അങ്ങനൊരു ശുശ്രൂഷ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു എല്ലായിടത്തും ഉണ്ട്, ഇവിടെ എന്നാ ഇല്ലാത്ത? പുള്ളി പറഞ്ഞു ഇവരെല്ലാം എനിക്ക് നന്ദി പറയണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാറ്റിലുപരി ദൈവത്തിന് നന്ദി പറയണം. കാരണം പാട്ടുകാരെ ഞാൻ വിളിച്ച് അവർക്ക് കാശ് കൊടുക്കുന്നതാ. പാടാതെ കുത്തിയിരുന്നപ്പം വിളിച്ച് പാടിപ്പിക്കുക. അപ്പം നമുക്കും ദൈവത്തിനും നന്ദി പറയണം. പാട്ടുമായിട്ട് ചുമ്മാ ഇരിക്കുകയായിരുന്നു, അന്നേരം വിളിച്ചല്ലോ 3-4 പാട്ട് പാടാൻ. അപ്പം തന്നെ അവർക്ക് കാശും കൊടുക്കുന്നുണ്ട്. അപ്പം അവരാ ദൈവത്തിനും വിളിച്ചവർക്കും നന്ദി പറയണം. പാസ്റ്റർ എന്നോട് പറഞ്ഞതാ. മൈക്ക് സെറ്റുകാർ ഇതെല്ലാം തുരുമ്പടിച്ചിരിക്കേണ്ടതായിരുന്നു, ബോക്സ് ഒക്കെ. അപ്പം വിളിച്ച് ഇതെല്ലാം എടുത്തുകൊണ്ട് എല്ലാം വെച്ച് ഞങ്ങളെ ഇണക്കിയപ്പം വിളിച്ചവർക്കും ദൈവത്തിനുമാ അവരിങ്ങോട്ടാണ് നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ പ്രസംഗിക്കാൻ വന്നവർക്ക് നന്ദി അവർക്കൊട്ടും പറയേണ്ട. കാരണം ഇങ്ങനൊരു അവസരവും സ്റ്റേജ് ഒരുക്കിയില്ലേ. അവർ ദൈവത്തിന് ആദ്യം നന്ദി പറയണം. ദൈവമേ പോയിന്റ് എല്ലാം ആയിട്ട് വരയ്ക്കാതിരിക്കുകയായിരുന്നു, ആരും വിളിക്കാതിരുന്നപ്പം. ഞാൻ പറഞ്ഞല്ലേ ശരി, പോയിന്റ് എല്ലാം കുറിച്ച് വെച്ച് വരയ്ക്കാതിരിക്കുക, ഒരു കുഞ്ഞുങ്ങൾ വിളിക്കുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു അവസരവും സന്ദർഭവും ഒരുക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയണം. വിളിച്ച ബോവസ് പാസ്റ്റർക്ക് നന്ദി പറയണം. അങ്ങോട്ടാണ് നന്ദി പറയേണ്ടത്, പുള്ളിയല്ല നന്ദി പറയേണ്ടത്. സ്തോത്രം. ഈ സ്റ്റേജും ഇതെല്ലാം മനോഹരമായിട്ട് ചെയ്തു. അപ്പം ജോസ് എന്ത് ചെയ്യും? ജോസ് എല്ലാം പുള്ളിക്ക് നന്ദി പറയണം, ദൈവത്തിനുപരി നന്ദി പറയണം. ഈ വീഡിയോ എല്ലാം ഇരുന്ന് പോകാതെ ഇതെല്ലാം ഇണക്കി ചെയ്തേ. അപ്പം നമ്മളെല്ലാം ആദ്യം അങ്ങ് ദൈവത്തിന് നന്ദി പറയണം. പിന്നെ ഞങ്ങളും വന്നവരുമെല്ലാം ഈ യോഗം നടത്തിയ പുള്ളിക്ക് നന്ദി പറയണം. പുള്ളിയല്ല നിന്ന് നന്ദി പറയണം. ഇനിയിപ്പോൾ ഇന്ന് എന്തായിരുന്നു വെച്ചാൽ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ചിലയിടങ്ങളിൽ ഒടുവിൽ ഈ നന്ദിവാചകം പറയുമ്പോൾ അതെല്ലാം പിന്നെ അങ്ങ് അസ്വസ്ഥത അലമ്പായി വരും. ചിലയിടങ്ങളിൽ, എല്ലായിടത്തും അല്ല. അതേറെ ദൈവദാസൻ ശുശ്രൂഷിച്ചാൽ ആ ശുശ്രൂഷയുടെ അന്തരീക്ഷം അങ്ങ് കെടുത്തിക്കളയും. ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ നമ്മുടെ പെന്തിക്കോസ് രീതി അനുസരിച്ചൊരു സന്ദർഭോചിതമായിട്ടൊരു പാട്ടുമൊക്കെ പാടി ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച് ആശീർവാദത്തോടങ്ങ് പോകണം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെ അവിടെ പിന്നെ നന്ദി പറച്ചിലൊന്നുമില്ല. എല്ലാവരോടും കൂടി ദൈവത്തിന് അങ്ങ് നന്ദിയാണ്. ഇത് സെക്രട്ടറിക്ക് നന്ദി പറഞ്ഞു, ട്രഷറർ, ഇവനെല്ലാം കുരുക്കൊപ്പിച്ചവന്മാരായിരിക്കും മിക്കതും. പിന്നെ ഇവനെല്ലാം നന്ദി പറയായിരുന്നു. സ്തോത്രം. കമ്മിറ്റി അംഗങ്ങൾ ഒമാർ വലിയ ടോർപ്പൂടെ വെച്ചായിരിക്കും ഇരിക്കുന്നത്. പിന്നെ എന്നെ നന്ദി പറയാൻ എല്ലാവരുടെ കൂടി അങ്ങ് ദൈവത്തിന് നന്ദി പറയണം. എൻ്റെ ദൈവമേ ആയുസ് തന്നു, ആരോഗ്യം തന്നു, ഇതുവരെ നടത്തി, ഇതുവരെ സൂക്ഷിച്ചു, മേലിൽ സൂക്ഷിപ്പാൻ ദൈവം വിശ്വസ്തൻ, നന്ദി 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 എന്ന് ദൈവത്തിന് പറയണം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും അതിൽ പറഞ്ഞതേ ഉള്ളൂ. അത് യുക്തമായിട്ട് നടത്തിപ്പുകാർ ചെയ്താട്ടെ. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ.
അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റിയാട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കിക്കണ്ടാം പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കിക്കണ്ടാം പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കിക്കണ്ടാം പാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയം, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയം. കാന്താതാമസം എന്താണോ വന്നിടാനേശു, കാന്താതാമസം എന്താണോ, കാന്താതാമസം ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ ഭരിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ചതിച്ചു കൊള്ളും, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കിക്കാണാം പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കിക്കാണാം പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കിക്കാണാം പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കിക്കാണാം പാർത്തലത്തിൻ സാത്താന്റെ ധിക്കാരത്തെ നീക്കിടുവാനായി പ്രിയം, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയം. കാന്താതാമസം എന്താണോ വന്നിടാനേശു, കാന്താതാമസം എന്താണോ, കാന്താതാമസം എന്താണോ വന്നിടാനേശു, കാന്താതാമസം എന്താണോ
കാത്തിരും കാത്താനി വരവിനായി കാത്തിരും കാത്താനി വരവിനായി കാത്തിരും ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന വളരെ പരിചിതമായ തിരുവെഴുത്താണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഹോശേയ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 14-ാമത് വാക്യം. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ സാധാരണ 2ആയിട്ടാണ് നമ്മൾ തരം തിരിച്ച് പഠിപ്പിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. പ്രവാചകന്മാരുടെ തൂക്കവും വലിപ്പവും അനുസരിച്ചല്ല, പ്രവചനദൂതിന്റെ ആഴവും അതിന്റെ വിശകലനം അനുസരിച്ച ഇത് ചെറുതും വലുത്. ഇപ്പൊ പിന്നെ തൂക്കവും നിറവും നിലവാരവും കാശും പ്രൗഢിയും പത്രാസും നോക്കിയാൽ വലുതാണോ ചെറുതാണോ എന്നൊക്കെ നിങ്ങളേലും എനിക്ക് അനുകൂലമായിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ സ്തോത്രം. ഇതുപോലൊക്കെ നല്ല വണ്ണവും വിലപിടിപ്പുള്ള കാറയിലും കാശ് വെക്കാന്നാ പറഞ്ഞ വലിയ പ്രവാചകനാ. ചെരുപ്പ് വന്ന് വിടാതെ ഒരു സഞ്ചിയൊക്കെ തൂക്കി 2 ലഹലിയ കേട്ടെന്ന് പറഞ്ഞാൽ ചെറിയതാന്ന് പറയും. മനുഷ്യപ്രകൃതി അങ്ങനെ. പക്ഷേ നമ്മൾ വലിയവരെന്ന് ഉദ്ദേശിക്കുന്ന പലരും അവിടെ ചെറുതായിരിക്കും. നമ്മളിവിടെ ചെറുതാണെന്ന് കണക്കാക്കുന്ന അനേകര് അവിടെ വലിയവരായിരിക്കും. സ്തോത്രം. അതെ, നമ്മുടെ വിഷയമെല്ലാം അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ചെറിയ പ്രവചന പുസ്തകങ്ങളിൽപ്പെട്ട ഒരു പുസ്തകമാണ് ഹോശേയ പ്രവചനം. വലിയ പ്രവാചകന്മാരെ നമുക്കറിയാം. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ ആദിയായ ശ്രേഷ്ഠരായ പ്രവാചകന്മാർ. അവരുടെ പ്രവചനവും പ്രവചന ശുശ്രൂഷകളും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും പ്രവചന ശുശ്രൂഷകൾ ഒരേ ശൈലിയുണ്ട്. യിരെമ്യാവിൻ്റെ ശൈലിയല്ല യെശയ്യാവിൻ്റെ ശൈലിയല്ല യെഹെസ്കേലിന്, ഇവരുടെ ആരുടെയും ശൈലിയല്ല ദാനിയേലിന്. വ്യത്യസ്തമാണ്. യെശയ്യാവിനെ എല്ലാം കുറ്റമായി കാണുന്ന, അയ്യോ അകൃത്യഭാരം ചുമക്കുന്ന ദുഷ്പ്രവർത്തിക്കാരുടെ വഷളായിട്ട് നടക്കുന്നു, ഇതിനൊന്നും ഗുണം പിടിക്കുകയില്ല, അടിതൊട്ട് മുടി വരൊരു സുഖവും ഇല്ല, മുറിവും ചതവും പഴുപ്പും വ്രണവും ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, യോ പാപമുള്ള ജാതി, അകൃത്യ ഇങ്ങനെ നാടൻ ഭാഷ പറഞ്ഞ പ്രാക്ക് അലപ്പുമൊക്കെയാണ്. പുള്ളിയുടെ ശുശ്രൂഷയിൽ ഇരുന്നാൽ മനോസുഖം എല്ലാവർക്കും വരികയില്ല. അങ്ങ് കുറ്റം തന്നെ കുറ്റം. അത് ആ ഒരു എന്നാ പറയുന്നതെല്ലാം കറക്റ്റ് കാര്യവുമാണ്. ശൈലി അതാ. എന്നാൽ ഈ യെഹെസ്കേല് വേറൊരു മെത്തേഡാ. പുള്ളിയുടെ ശൈലി സ്വർഗീയമായ വിഷയങ്ങളായി കാണുന്നത്. സ്വർഗം കാണുന്നു, ദൂതന്മാരെ കാണുന്നു, പറക്കുന്ന സിംഹാസനത്തെ കാണുന്നു, അതുപോലെ തന്നെ സ്വർഗത്തിലെ മഹിമ കാണുന്നു, തേജസ് വരുന്നത് കാണുന്നു, ശെഖേനായി ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നു, പറക്കുന്ന സിംഹാസനത്തെ കാണുന്നു, ചക്രത്തിന്മേ ചക്രം കാണുന്നു, ഞാണിന്മേ ഞാണ് കാണുന്നു. അങ്ങനെയുള്ള സ്വർഗീയമായ കാര്യങ്ങളാണ്. ശുക്ലസ്വർണത്തിന്റെ പ്രഭ പോലൊരു പ്രഭ ഇങ്ങോട്ടിറങ്ങി വരുന്നു, കൈ പോലെ ഒന്ന് നീണ്ടു വരുന്നു, അങ്ങനെ ആകാശത്തിന് ഭൂമിക്ക് മധ്യ ഉയർത്തുന്നു, സ്വർഗീയ യെരൂശലേം കാണിക്കുന്നു. ഇങ്ങനെ സ്വർഗീയമായ അത് വേറൊരു ശൈലിയാ, അതൊരു രീതിയാ. എന്നാൽ യെരമ്യാവിന്റെ ശൈലി ഇതൊന്നുമല്ല. യെരമ്യാവിന് കണ്ണുനീരും വിലാപവും ഒക്കെയാ. മിക്കപ്പോഴും തല്ലും കൊള്ളും. എല്ലാവർക്കും ഒന്നും പുള്ളിയോട് വലിയ താല്പര്യവുമില്ല. കിളിക്കകത്തിടുകയും കുടിക്കകത്ത് കരച്ചില്ല. എന്നിട്ടും കരഞ്ഞിട്ട് പിന്നെയും പുള്ളിക്ക് മതി വരുന്നില്ല. പുള്ളി അയ്യോ എൻ്റെ ജനത്തിന്റെ പുത്രികയുടെ നിമിത്തം രാവും പകലും കരയേണ്ടത്, എൻ്റെ തലയ്ക്ക് വെള്ളവും എൻ്റെ കണ്ണുനീര് ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പുള്ളിക്ക് അങ്ങ് കരയണം.
പിന്നെ യെരൂശലേമിന്റെ ശോചനീയാവസ്ഥയൊക്കെ കണ്ടായി കരയുന്നത്. അത് പുള്ളിയുടെ വേറൊരു ശൈലി. എന്നാൽ ദാനിയേല് വേറൊരു നിലയില. ദാനിയേൽ കുറച്ചുകൂടെ ബുദ്ധി രാക്ഷസനാ, ബുദ്ധിയിൽ വളരെ ബുദ്ധിയാ. അതായത് രാജാവ് സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ പുള്ളി വളരെ സ്വപ്നമൊക്കെ വളരെ സൂക്ഷ്മതയോടാണ് വ്യാഖ്യാനിച്ചത്. സ്തോത്രം. വളരെ രാജാവ് കണ്ടത് ഒരു വലിയ വൃക്ഷം. ആ വൃക്ഷം പടർന്ന് പന്തലിക്കുന്നു, പക്ഷികൾ വന്ന് അതിനെ ചേക്കേറുന്നു, മൃഗങ്ങൾ വന്ന് താഴെ തഞ്ചിക്കിടക്കുന്നു. പെട്ടെന്നൊരു ദൂതൻ ഇങ്ങോട്ടിറങ്ങി കമ്പ് വെട്ടിയിടുന്നു. സ്തോത്രം. ആകെ പ്രശ്നമാണ്. അപ്പം ദാനിയേലിന് മനസ്സിലായി ഇയാളുടെ തല പോകുന്ന കേസായി കണ്ടത്. ഇയാൾ തന്നെ കണ്ടത് പുള്ളിയുടെ തല പൊന്നെ. പക്ഷെ വളരെ ബുദ്ധിയോടെ സംസാരിച്ചു. രാജാവെ കണ്ട ദർശനം രാജാവിന്റെ ശത്രുക്കൾക്ക് വരട്ടെന്ന് ബുദ്ധിയോടാ സംസാരിച്ച്. കണ്ട സ്വപ്നമൊക്കെ രാജാവിന്റെ ശത്രുക്കൾക്ക്. അതാ നല്ല വിവേകത്തോടെ സംസാരിച്ചു. നമ്മളാന്ന് പറയാൻ ഇങ്ങനെയുടെ ബടലി പോകുന്ന കാര്യമായി കണ്ട് അതിന് മുന്നേ നമ്മുടെ ബടലി കളയും. അപ്പൊ അത് വളരെ ബുദ്ധിയോടാ സംസാരിക്കുന്നത്. അതുപോലെ ദാനിയേൽ പറഞ്ഞ രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. അത് കേൾക്കുന്ന രാജാവിനും ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. നമ്മളോട് ദീർഘായുസ് ഉണ്ടെന്ന് പറയുന്നത് ഇഷ്ടക്കേടാണോ ഇഷ്ടമാണോ? ഇഷ്ടം. രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. പക്ഷേ ആ അധ്യായത്തിന്റെ ഒടുവിൽ അന്ന് രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടെന്നുള്ളതാണ്. എന്ത് നല്ല യുക്തിക്കാ മറുപടി പറഞ്ഞ്. രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ, അതിൻ്റെ ഒടുവിൽ വായിക്കുന്ന അന്ന് രാത്രി ഓരോ ശൈലികൾ. അപ്പൊ എന്തായാലും നമ്മൾ ആ ഭാഗം അങ്ങ് വിടാം. വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളാണ് ഹോശിയ. ആ ഹോശിയ പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ വായിച്ചത്. വേദപുസ്തകം പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആ ഹോശിയ പ്രവചനം, ആ പ്രവചനത്തിലെ പ്രതിപാദ്യ വിഷയം ഇസ്രായേലിലെ ഒരു ഗോത്രത്തെ സംബന്ധിച്ച. നിങ്ങൾ വേദം പഠിക്കുന്നവർക്കറിയാം, ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ പ്രധാനപ്പെട്ട തലകെട്ടുള്ളൊരു ഗോത്രമായിരുന്നു എബ്രയീം. അത് വളരെ മുന്തിയ ഗോത്രമായിരുന്നു, തലകെടുപ്പുള്ള ഗോത്രമാണ്. ഈ രൂബേൻ മുതൽ ബെന്യാമീൻ വരെയാണ് ഗോത്ര പിതാക്കന്മാര്. അപ്പൊ തന്നെ യോസേപ്പിന് 2 മക്കൾ ജനിച്ചു. അത് മിസ്രയീം ദേശത്ത് വെച്ച് ജനിച്ചു. 41:50-51 വായിച്ചു. ഉൽപ്പത്തി ചടിയടാന്ന് വായിക്കണം. ഇന്ന് വാക്യം രൂപാട് വരും, കടശ യോഗവാ. ഞാനും ഇത് കരുതിക്കുട്ടിയാ വന്നേക്കുന്നത്. ചടിയടാന്ന് വായിച്ചോണം. ഇടതുവശത്ത് മേളിൽ 41:50-51. ക്ഷാമകാലം വരും മുമ്പേ യോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേപ്പിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓലിന്റെ പുരോഹിതനാകുന്ന പോത്തിഫാറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും പിതൃഭവനുമൊക്കെ ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേപ്പ് തന്റെ ആദ്യജാതന് മനേശെ എന്ന് പേരിട്ടു. അടുത്ത വാക്യം. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. അപ്പോൾ യോസേപ്പിന് മിസ്രയീം ദേശത്ത് വെച്ച് ജനിച്ച 2-ാമത്തെ പുത്രനാണ് ഈ എബ്രയീം. എബ്രയീമിനെ പറ്റിയാണ് ഈ ഹോശിയ പ്രവചനത്തിലെ പ്രതിപാദ്യ വിഷയം. വ്യക്തിപരമായിട്ട് എബ്രയീം എന്ന് പറയുന്നെങ്കിലും ഇസ്രായേലിനെ ആസ്പദീകരിച്ച ദൂതുകൾ മുഴുവൻ. അപ്പോൾ ശ്രദ്ധിക്കുക, യോസേപ്പിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച 2-ാമത്തെ പുത്രനാണ് എബ്രയീം. എബ്രയീമിനെ പറ്റി പഠിക്കുന്നത് ഈ ഇസ്രായേലിലെ ഏറ്റവും നമ്പർ 1 ഗോത്രമായിരുന്നു എഫ്രയീം. അണ്ട 11:1 വായിച്ചേ. ഹോശിയ 11:1 പെട്ടെന്ന്. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവം വളരെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ഇസ്രായേൽ. എഫ്രയീമിനെ പറ്റി അവിടെ ഇസ്രായേൽ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി 13-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം. എഫ്രയീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി. അത് ആത്മാവിലല്ല, വേറെ വിഷയത്തിലായി വിറയ്ക്കുന്നേ. നമ്മളവർക്കും ആത്മാവിലാണ്, അതൊന്നുമല്ല. എഫ്രയീം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി. അടുത്തത്, അവൻ ഇസ്രായേലിൽ മികച്ചവനായിരുന്നു. അവൻ ഇസ്രായേലിൽ ഏറ്റവും മികച്ചവനായിരുന്നു. അപ്പോൾ നമ്പർ 1 ഗോത്രമായിരുന്നു എഫ്രയീം ഗോത്രം. മികച്ചവനാ, എല്ലാം കൊണ്ടും മികച്ചവനാ. കരുത്തന്മാരാകുന്ന പലർക്കും ജന്മം കൊടുത്ത ഗോത്രമാണ് എഫ്രയീം ഗോത്രം. അതാണല്ലോ എഫ്രയീം ഗോത്രത്തിൽ മോശയ്ക്ക് ശേഷം
ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യഹൂദന്റെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ യഹൂദ ജനത്തിന്റെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ ആദ്യത്തെ മധ്യസ്ഥനായിട്ട് വന്നത് മോശയാ. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് കൈപിടിച്ച് നടത്തിയതിൽ പ്രഥമനും അഗ്രഗണ്യനുമായിരുന്നു യോശുവ. മോശയുടെ കൈക്ക് വെള്ളമൊടിച്ച യോശുവ. ആ യോശുവ എബ്രയീം ഗോത്രത്തിൽ നൂന്റെ മകനാകുന്ന യോശുവ. അപ്പോൾ മുന്തിയ ആൾക്കാര് ഈ ഗോത്രത്തിൽ ഉടലെടുത്തു. അപ്പോൾ തന്നെ നെബാത്തിന്റെ മകനാകുന്ന യൊരേബയ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ. ശലോമോന്റെ മകൻ രഹബയാമിന്റെ കാലത്ത് രാഷ്ട്രം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ 10 രാഷ്ട്രങ്ങളുടെ 10 ഗോത്രങ്ങളുടെ അധിപനായിട്ട് പ്രാരംഭത്തിൽ കയറി വന്നയാളാണ് എബ്രയീം ഗോത്രത്തിൽ നെബാത്തിന്റെ മകനാകുന്ന യൊരേബയ. ഇതൊക്കെ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. അപ്പോൾ തലകിടപ്പുള്ള ധാരാളം ആൾക്കാര് ഈ ഗോത്രത്തിൽ മുൻപോട്ട് വന്നു. അതുകൊണ്ടാണ് ഇവൻ മികച്ചവനായിരുന്നു എന്ന് 13-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, യോസേപ്പിന് മിസ്രയീം ദേശത്ത് വെച്ച് ജനിച്ച 2ാമത്തെ പുത്രനായിരുന്ന എബ്രയീം. എബ്രയീമിനെ പറ്റി പഠിപ്പിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്തുണ്ടായിരുന്നെന്ന. എബ്രയീമിന്റെ അമ്മ നമുക്കറിയാം. സഹോദരിമാര് പറ, എബ്രയീമിന്റെ അമ്മ ആരാ? സഹോദരിമാര് പറ. ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് എന്ന് പറ. അവിടെ നിന്ന് ഷൂ നിന്നും വെച്ചാൽ എനിക്ക് കേൾക്കുകയല്ല. ഇന്ന് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടിങ്ങേര് പ്രസംഗിച്ച് തെളിഞ്ഞത് തന്നെ. അതായിരിക്കും നിങ്ങളുടെ ചിന്ത. ഉറക്കെ പറ. നേരത്തെ പറയായിരുന്നു, ഇത്രയും സമയം പോകുമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, എബ്രയീമിന്റെ അമ്മ മിസ്രയീമിലെ ഓനിലെ പുരോഹിതൻ പോത്തിഫറയുടെ പുത്രി ആസുനത്ത് എന്ന് പറയുന്ന സ്ത്രീയാണ് എബ്രയീമിന്റെ അമ്മ. ആ സ്ത്രീയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എബ്രയീമിന് മുടന്തുണ്ടായിരുന്നെന്ന. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ കുട്ടി മുടന്തുണ്ടായിരുന്നെന്ന. മുടന്തുണ്ടെന്ന് സാധാരണ വേദപഠിതാക്കൾ 2 വാക്യത്തിലാണ് തെളിയിക്കുന്നത്. 13:13 വായിച്ചേ. ഹോശയ 13:13. നോവ് കിട്ടിയ ഈ സ്ത്രീയുടെ വേദന അവനുണ്ടാകും. അവൻ ബുദ്ധിയില്ലാത്ത മകൻ. സമയമാകുമ്പോൾ അവൻ ഗർഭധാരത്തിങ്കൽ എത്തുന്നില്ല. സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല. ഇതിനെപ്പറ്റി ചിലർ പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്തി കിടന്നത് കൊണ്ട് പ്രസവ സമയത്ത് കുട്ടി ആ കൃത്യത്തിന് അമ്മയുടെ ഗർഭദ്വാരത്തിങ്കൽ എത്തിയില്ല. അത് മുടന്തുള്ളത് കൊണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ മുടന്തുണ്ടായിരുന്നു. അതിന് ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ അല്പം കൂടെ ഒരു തെളിവ് കിട്ടും. 11:2 വായിച്ചേ. 11:2. ഹോശയ 11:2. അവർ വിട്ടകന്നു പോയി. അവരെ വിളിക്കും തോറും, അങ്ങനെ ചേർത്ത് വായിക്കേ. അവരെ വിളിക്കുന്തോറും അവർ വിട്ടകന്നു പോയി. അവരെ വിളിക്കുന്തോറും അവർ വിട്ടകന്നു പോയി. ബാൽബിംബങ്ങൾക്ക് അവർ ബലികഴിച്ചു. അശേരാ പ്രതിഷ്ഠകൾക്ക് ധൂപം കാട്ടി. അടുത്ത വാക്യം. ഞാൻ എബ്രയീമിനെ നടക്കാൻ ശീലിപ്പിച്ചെന്ന. മുടന്തുണ്ടായിരുന്ന ചെറുപ്പത്തിൽ. അപ്പൊ ഈ അമ്മയുടെ ഉദരത്ത് വെച്ച് മുടന്തുള്ളത് കൊണ്ട് സമയമായപ്പോൾ കുട്ടി അമ്മയുടെ ഗർഭദ്വാരത്തിൽ എത്തിയില്ല. ഇതിന് മുടന്തുള്ളത് കൊണ്ടാണ് നടക്കാൻ ശീലിപ്പിച്ചത്. ആത്മീക ലോകത്ത് മുടന്തുള്ള ധാരാളം ആൾക്കാരുണ്ട്. 50 കൊല്ലമായി പെന്തിക്കോസ് വന്നിട്ട് ഇതുവരെ മുടന്ത് മാറിയിട്ടില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞു, ഒരിക്കൽ കൂടി സ്തുതിച്ചാട്ട്, ശക്തിയോടെ സ്തുതിച്ചാട്ട്, പോരാ, എല്ലാം മുടന്തി കിടക്കുക. 30 കൊല്ലമായി പെന്തിക്കോസ് വന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാൻ അറിയാൻ മേല, പ്രാർത്ഥിച്ച് നിർത്താൻ അറിയാൻ മേല. എല്ലാവരുടെയും കാര്യമല്ല. ചിലക്ക് സാക്ഷ്യം പറയാൻ പോലും അറിയത്തില്ല. നിന്നിങ്ങനെ കറങ്ങുന്ന കാണാം. നല്ലവനും വല്ലവനും ഹല്ലേലൂയ നിന്ന് കറങ്ങുക. മുടന്താ ആട്ടെ, ആ ഭാഗത്തേക്കല്ല ഇപ്പൊ പോകുന്നില്ല. അപ്പോൾ ഇതിനെ ശീലിപ്പിക്കുക. മുടന്തുള്ള കുട്ടിയായിരുന്നെന്ന. അപ്പൊ ചരിത്രം പറയുന്നത് ഈ പ്രസവ സമയത്ത് കുട്ടിയെ കിട്ടുമെന്ന് പോലും പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നെന്ന. അപ്പോൾ സൂതികർമ്മണികൾ യോസേപ്പിനോട് അറിയിച്ചു, കുട്ടിക്ക് മുടന്തുണ്ട്, അകത്ത് മുടന്തി ഉടക്കി കിടക്കുക, ചിലപ്പോൾ കുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാ, പ്രയാസമാണ്. അപ്പോൾ യോസേപ്പ് പറഞ്ഞെന്നാ പറയുന്നത്, അവൻ കുഴപ്പമില്ല, മുടന്താന്നേലും കിട്ടട്ടെ, ആമന് സ്തോത്രം, അത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാന്ന്. അങ്ങനെ ഈ സ്ത്രീ പ്രസവിച്ചു. സൂതികർമ്മണികൾ അത് സ്ഥിരീകരിച്ചു, കുഞ്ഞിന് മുടന്തുണ്ടെന്ന്. അപ്പൊ ചരിത്രം ഒക്കെ പഠിച്ചവർ പറയുന്നത്, ഈ മുടന്തുള്ള കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ യോസേപ്പ് ഈ കുഞ്ഞിനെ ഉയർത്തിയച്ച് പറഞ്ഞെന്നാ പറഞ്ഞത്, കർത്താവേ, മുടന്തുണ്ട്, അപാകതയുണ്ട്, ഊനമുണ്ട്, പോരായ്മയുണ്ട്, പക്ഷെ സകലതും പരിഹരിക്കുന്ന നിന്റെ കരങ്ങളിലോട്ട് തരിക. നിനക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് തരാനുള്ള ആത്മീക പാഠം, നമുക്ക് പ്രയാസമുള്ളതെല്ലാം ദൈവകരങ്ങളിൽ കൊടുക്കണം. നിന്റെ തലമുറയ്ക്ക് ജ്ഞാനം കുറവാണെങ്കിൽ, അറിവ് കുറവാണെങ്കിൽ, കഴിവില്ലെങ്കിൽ, ആരോഗ്യമില്ലെങ്കിൽ, ജ്ഞാനമില്ലെങ്കിൽ, ബുദ്ധിയില്ലെങ്കിൽ പതറണ്ട, നിരാശപ്പെട്ടു പോകണ്ട. സകലവും കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്.
സാറേ പണ്ടൊരു പാട്ട് പാടി, അല്പമാമുപകരണം കൊണ്ട് നൽപ്പഴുന്ന മകത്തായ വേലകൾ ചെയ്തും ശില്പികൾ കൂടയവനെ നീയേരിൽ പുരുഷൻ ചിരന്തര നമസ്കാരം. മാനുവൽ മനുജസൂത നിന്റെ മാനമേറും തൃപ്പാദങ്ങൾ വണങ്ങി ഞങ്ങൾ മംഗളമോതിടും നീതാ നിത്യം മഹിമയുണ്ടായിടട്ടെ നിനക്കു നാഥാ മാനുവൽ മനുജസൂത. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് പ്രയാസമുള്ളതെല്ലാം ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ കൊടുക്കണം. സകലതും പരിഹരിക്കാൻ കഴിവുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി മനോഭാരത്തോടെ മനോവേദനയുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, കുടുംബത്തിന്റെ വിഷയത്തിൽ, ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ വഹിച്ച് വളരെ ഭാരത്തോടെ എന്താകും എങ്ങനാകുമെന്നത് ചിന്താഭാരത്തോടെ തന്നെ കേൾക്കുന്നവര് ചിലപ്പോൾ ഇതിനകത്ത് കാണും. ദൂരെ നിന്നായിരിക്കുക, എവിടെയായിരിക്കട്ടെ, നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത മുഴുവൻ വിഷയങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ഒരുവൻ നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. യോസേപ്പ് ഈ മുടന്തുള്ള കൊച്ചിനെ ഉയർത്തിയച്ചേ പറഞ്ഞ്, കർത്താവ് മുടന്തുണ്ട്, പക്ഷേ നീ ഇത് പരിഹരിച്ചു തരാൻ. അത് ദൈവത്തിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു. ദൈവം ഈ പ്രാർത്ഥന അങ്ങ് കേട്ടു. അങ്ങനെ എബ്രഹീമിനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. വേറെ പുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ തലമുറകളെയെല്ലാം വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിക്കുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 49 പ്രാരംഭവാക്യം മുതൽ. 147 വയസ്സുള്ള യാക്കോബ് മരിക്കാറായി. ജരാനരം ബാധിച്ച് ശയ്യാവലംബനായി ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് കണ്ണിന്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ട് ഗോത്രപിതാവാകുന്ന യാക്കോബ് കട്ടിലിൽ ഇങ്ങനെ കിടക്കുക. വേദപുസ്തകത്തെ കട്ടിലെന്നൊക്കെ ആദ്യം ഈ ഭാഗത്താണ് കൊടുക്കുന്നത്. അപ്പോൾ കട്ടിലിൽ ഇങ്ങനെ 147 വയസ്സുള്ള ഈ അപ്പച്ചൻ ഇങ്ങനെ കിടക്കുക. അപ്പോൾ മരിക്കാറായി. അപ്പോൾ തൻ കുഞ്ഞുങ്ങളെയെല്ലാം വിളിച്ചു പറഞ്ഞു, എല്ലാവരും കൂടി വരാൻ പറഞ്ഞു. എല്ലാവരും ഓടി വരാൻ പറഞ്ഞു. 10-12 പിള്ളേര് നല്ല കലാപുലി പോലെ ഒന്നുകൊന്നൊക്കെ മെച്ചമാകുന്നു. എൻ്റെ ഭാഷ പറഞ്ഞ ഒരെണ്ണം പേടില്ലെന്നുള്ളതാണ്. മണ്ടരി വന്ന ഒരെണ്ണം പോലും ഇല്ല. എല്ലാം നമ്മളന്ന് കുലിക്കുന്ന ഇത് മണ്ടരിയാ. യാക്കോബിന്റെ പിള്ളേര് ഒരെണ്ണം അപാകതയില്ല. സ്തോത്രം. പഴയ അപ്പച്ചന്മാരെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ. 8-10-12 പിള്ളേരാ. അതൊക്കെ ഒരു അനുഗ്രഹമായിരുന്നു. സ്തോത്രം. ഇപ്പൊ ആകെ ഒരു കൊച്ചുണ്ട്, അലയ്ക്കാൻ പോലും ഒരെണ്ണം ഇല്ല. സ്തോത്രം. ആട്ടെ, ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. നമ്മുടെ വയലിൽ യോനാചായന് 15 മക്കളായിരുന്നു. കമകഞ്ചേരി അപ്പച്ചന്. അതിന് ഞാൻ ഞെട്ടു വന്ന് 15 എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ 25 കേട്ടിട്ട് ഞെട്ടിയിട്ടില്ല, പിന്നെ 15 കേട്ടിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബിന് കലാപുലി പോലെ 12 ആമ്പിള്ളേര്, അതെല്ലാം ഒന്നുകൊന്നൊക്കെ മെച്ചമാണ്. അപ്പോൾ യാക്കോബ് മരിക്കാറായപ്പോൾ പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞ്, കൂടി വരുവീൻ, ഭാവികാലം സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് ദൂത് പറയാൻ പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഗോത്രങ്ങളുടെ മേൽ, ഗോത്ര സമുച്ചയത്തിന്മേൽ, സന്തതികളുടെ മേൽ, സന്തതിയുടെ സന്താനങ്ങളുടെ മേൽ ആസന്ന ഭാവിയിൽ വരും കാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യങ്ങൾ പ്രവചനാത്മാവിൽ കാലേക്കൂട്ടി കണക്കിട്ട് കാര്യങ്ങൾ കൃകൃത്യത്തിന് പറഞ്ഞേച്ച് ത്യാഗാൻ പോവുക. എല്ലാവരും കൂടി വരാൻ പറഞ്ഞു. വായിച്ച 49 പ്രാരംഭവാക്യം. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കൂടി വരുവീൻ. ഈ കൂടി വരുവീൻ എന്ന് പറയാൻ കാര്യം, യവന്മാരെല്ലാരും കൂടെ ഒന്നിച്ച് കൂടുകയല്ല. എല്ലാരും കൂടെ ഒന്നിച്ച് കൂടുകയല്ല. എല്ലാം ഒരു അപ്പന്റെ മക്കളാ, പക്ഷെ ഒന്നിച്ച് കൂടുകയല്ല. യോടി ഇന്ത്യയിലുള്ള ക്രൈസ്തവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയായിരുന്നു. എന്ത് നല്ലതായിരുന്നു. അതിന് നിങ്ങൾക്ക് താല്പര്യമില്ല. ഇതാ ഞാൻ പറഞ്ഞ കൂടുകയല്ലെന്ന്. ഇന്ത്യയിലുള്ള ക്രൈസ്തവരെല്ലാം കൂടെ നാമധേയം ആയിക്കോട്ടെ, ആ പേരല്ലേ ഒന്നിച്ച്. റോമൻ കാത്തലിക്സ്, ലത്തീൻ കാത്തലിക്സ്, മലങ്കര കാത്തലിക്സ്, അത് തന്നെ 3-4 എണ്ണം. കനാനായ കത്തോലിക്കര്, പിന്നെ യാക്കോബായ, ഓർത്തഡോക്സ്, കൽദായ, സുറിയാനി, പിന്നെ ഇവാഞ്ചലിക്കല്, CSI, CMS, സാൽവേഷൻ ആർമി, മാർത്തോമ,
ഏതെല്ലാം വകുപ്പുകളാ അല്ലേ? ബ്രദറുകാര്, ബന്ധുക്കോസ് തന്നെ പല വകുപ്പുകൾ, ഇതെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയായിരുന്നേ. ഒത്തതാ. പണ്ടേ വേട്ടമല ഇവാഞ്ചലിക്കലായിരുന്നല്ലോ, അതുകൊണ്ട് വേട്ടമല ഒരു പാട്ട് പാടിയത്. അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ പാടാനേ ഒക്കുള്ളൂ, അതുകൊണ്ട് വേട്ടമല അങ്ങനെ പാടിയതാ. ഇവിടെ ആയിരുന്നേ കുറച്ചുകൂടെ വൃത്തിയായിട്ട് പുള്ളി പാടിയാന്. എന്നാലും കുഴപ്പമില്ല, പാട്ടിന്റെ വരി ഇങ്ങനെ വേട്ടമല പാടി. സഭകളന്നേകമാകും സർവേശ്വരൻ സകലർക്കും ഒന്നാകും. സഭകളന്നേകമാകും സർവേശ്വരൻ സകലർക്കും ഒന്നാകും. അന്ന് യാക്കോബമാർ, തോമ, റീത്തുകാർ, റോമാക്കാർ പെന്തക്കോസ് വേർപാടും. പിന്നെ CSIലും ലണ്ടനും ചർച്ചിലും യേശുവിലൊന്നാകും. വേട്ടമലെ തിരുത്തുന്നില്ല, പാട്ടിന് ഒരു ചെറിയ തിരുത്തൽ കൊടുക്കുക. അന്ന് യാക്കോബമാർ, തോമ, റീത്തുകാർ, റോമാക്കാർ പെന്തക്കോസ് വേർപാടും. പിന്നെ CSIലും ലണ്ടനും ചർച്ചിലും യേശുവിൽ ഒന്നാകും. ഞാനിങ്ങനെ പറഞ്ഞത്, ഇതിൽ നിന്നെല്ലാം രക്ഷിക്കപ്പെട്ടവരൊന്നാകും. അതായിരിക്കും കുറച്ചുകൂടെ സ്തോത്രം. എല്ലാ സഭയിലുള്ള എല്ലാവരും ഒന്നും രക്ഷിക്കപ്പെട്ടതല്ല. ചിലർ പോക്കടമില്ലാതെ വന്ന് കയറിയവരുണ്ട്. ചേടത്തി പെന്തിക്കോസി വന്ന് പനിയത്തിയും വിളിച്ചു, കുഞ്ഞമ്മ വാടി ഓട്ടോ ഇടുന്നുണ്ട്, അതിൽ കയറി ഇറങ്ങിക്കോളാൻ പറഞ്ഞു. കുഞ്ഞമ്മ വന്നിരിക്കുക എന്നാന്ന് വെച്ചാൽ ചെയ്യുമെന്നും പറഞ്ഞു. വേവിച്ചൻ അനിയനെ വിളിച്ചു, തോമാച്ച നീ കൂടെ വാടാ, അടുത്ത ആഴ്ച കമ്മിറ്റിയിലൊക്കെ നിന്നെ കയറ്റാം വാ. തോമായും വന്നിരിക്കുക. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ വിരളമാണ്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഈ ക്രൈസ്തവരായ പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ എന്ത് നല്ലതാ. അല്ല, യാക്കോ പറഞ്ഞു കൂടി വരുവീൻ, പിള്ളേര് 12 എണ്ണം ഉള്ള എല്ലാം കൂടെ ഒന്നിച്ച് കൂടെ. സ്തോത്രം. ഞാൻ അധികം വിവരിക്കുന്നില്ല. ഇനി ക്രൈസ്തവരെല്ലാം കൂടെ പോട്ടെ, ഈ പെന്തിക്കോസുകാരെല്ലാം കൂടെ ഒന്നിക്കുകയായിരുന്നെങ്കിൽ. ഇപ്പൊ നിങ്ങള് ചിന്തിക്കുക, അയാൾ പയ്യെ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാനങ്ങ് സീസറുടെ അമ്മ ഒരു കാര്യം പറഞ്ഞത് 5-ാമത്തെ എഴുതുമ്പോൾ താനും തന്നോട് തന്നെ പറഞ്ഞെന്ന്. അതുകൊണ്ട് ഞാനും എല്ലാവരുടെ ഒറ്റക്കെട്ടായിട്ട് നിന്നാ എന്ത് നല്ലതാ. സ്തോത്രം. കൂടി വരുവീൻ. ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളോട് അറിയിക്കും എന്ന് പറഞ്ഞാൽ പിള്ളേരോട് പറഞ്ഞു, എല്ലാവരും കൂടി വരാൻ പറഞ്ഞു. രൂബേനും ശിമിയോനും ഗാദും നഫ്താലി ആശേർ ശെബൂലൂനും ലേവിയും എന്ന് വേണ്ട, പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ചു കൂടാൻ പറഞ്ഞു. ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അപ്പോൾ കൂടി വരാൻ പറഞ്ഞപ്പോൾ അപ്പന്റെ കിടക്കയുടെ ചുറ്റും പിള്ളേരെല്ലാം വന്ന് വട്ടം നിന്നു. 12 എണ്ണം നല്ല കലാപുലി പോലെ, ഒന്നിക്കൊന്നിക്ക് മെച്ചമാണ്. അപ്പോൾ ഇങ്ങനെ വട്ടം കൂടി നിന്നപ്പോൾ അപ്പൻ ഇങ്ങനെ കട്ടിലേക്ക് കിടന്നുവെച്ച പിള്ളേരെയല്ലേ ഇങ്ങനെ നോക്കി ഈ 147 വയസ്സുണ്ടെങ്കിലും പുള്ളിക്ക് ബോധമുണ്ടെന്നുള്ളതാണ്. നമുക്ക് 47 തന്നെ ആയില്ല, ഒരു ബോധവും ഇല്ല. അപ്പോ 147 പുള്ളിക്ക് കൃത്യം കാര്യം അറിയാം. പുള്ളി അവിടെ കിടന്നുകൊണ്ട് ഓരോന്നിനെ വിളിച്ചാ ദൂത് പറഞ്ഞത്. ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് കേൾപ്പീൻ. നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവിൻ എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ ഓരോരുത്തരെ വിളിക്കുക. ആദ്യത്തെ കുഞ്ഞിനെ വിളിച്ചു, ആദ്യത്തെ മകനെ വിളിച്ചു, രൂപേനെ വിളിച്ചു. വായിച്ചേ. രൂപേനെ നീ എന്റെ ആദ്യജാതൻ. രൂപേനെ നീ എന്റെ ആദ്യജാതൻ. ആദ്യത്തെ മകനാ. രൂപേനെ നീ എന്റെ ആദ്യജാതൻ. എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യബലവും ശ്രേഷ്ഠതയുടെ വൈചിത്യവും ബലത്തിന്റെ വൈചിത്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ നിനക്ക് ഗുണം വരികയില്ല. അവിടെ ഗുണം വരികയില്ലെന്നല്ല, ശ്രേഷ്ഠനാകത്തില്ലെന്ന. അങ്ങനല്ലേ? വായിച്ചേ. വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. വെള്ളം പോലെ തുളുമ്പുന്നവനെ നിനക്ക്. അതിന്റെ കാരണം എന്നാന്ന് വേദപുസ്തകം പഠിക്കുന്നവർക്ക് അറിയാം. ഉൽപ്പത്തി 35 വിഷയം 22 വായിക്കണ്ട.
വായിക്കൊന്നും വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നീ ശ്രേഷ്ഠനാകത്തില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് സ്ഥിരതയുള്ളവനല്ല, നീ വെള്ളം പോലെ തുളുമ്പുന്നവനാ. നീ ഒന്ന് പെന്തിക്കോസ് ആകണം, ഇല്ലേ സമുദായമായിരിക്കണം. നീ ഇങ്ങനെ ഈ അളുക്ക് പിളുക്കെന്നും പറഞ്ഞ് നടക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? അമ്മാമ്മ ഇപ്പൊ വിടാ, ഞാൻ എല്ലായിടത്തും ഉണ്ട് പാസ്റ്ററെ. അച്ഛൻ എവിടാ, ഞാൻ അങ്ങനില്ല, എന്നാ ഇങ്ങനെ. നീ ഇരുതോണിയിൽ എത്രത്തോളം കാല് വെക്കും? ഏലിയാ പറഞ്ഞു, ബാല് ദൈവമാണെങ്കിൽ അവനെ സേവിക്കണം. അല്ല, യഹോവ ദൈവമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ നീ യഹോവയെ സേവിക്കണം. ചട്ടത്തിന്മേ ചട്ടം, ചട്ടത്തിന്മേ ചട്ടം, സൂത്രത്തിന്മേ സൂത്രം, സൂത്രത്തിന്മേ സൂത്രം, അവിടെ അല്പം ഇവിടെ അല്പം നിൽക്കാതെ നീ യഹോവയോട് പറ്റി നിൽക്ക. യഹോവയോട് പറ്റി നിന്നാൽ നിശ്ചയം നിനക്ക് വിടുതലുണ്ട്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ഒരു അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാരകം നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തോയും പകൽ പറക്കുന്ന അസ്ത്രത്തോയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. തീർന്നില്ല, നിന്റെ പ്രാണനെ പരിപാലിക്കും. ഇവനെ വെള്ളം പോലെ തുളുമ്പുന്ന ശരിയല്ല, സ്ഥിരതയില്ല. കൺവെൻഷൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആ പാർട്ടിക്കാർ പോകുന്ന ഉടനെ പെമ്പളടി ബൈബിൾ കൊടുത്തിട്ട് സൂത്തമ്മ പൊക്കോടി, ഞാൻ കൊടി ഇങ്കലാ വിളിച്ച് അവനും പോവുക. പിന്നെ സ്ഥിരതയില്ല. മനസ്സിലാകുന്നോ? ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നപ്പോൾ അവര് പറഞ്ഞു ബൂത്തിൽ വന്നിരിക്കണമെന്ന്. മിൽമാ ബൂത്തല്ല, ഇലക്ഷൻ ബൂത്തിൽ. ഉടനെ വെള്ള ഷർട്ട് മാറ്റി ചേച്ചേ, ഏതെങ്കിലും ആട്ടെ. സ്ഥിരതയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ തങ്കമ്മയ്ക്ക് നേരമില്ല. അയൽക്കൂട്ടം തന്നെ തിരുവാതിരകളിലേക്ക് പോകുന്നുണ്ട്. മിണ്ടുന്നില്ലല്ലോ. കാശ് കിട്ടുക എവിടെ നിന്ന് കിട്ടുക? പിന്നെ മലാക്കി 3 വാക്യം എന്തിനാ എഴുതി വെച്ചേക്കുക? മലാക്കി 3 എഴുതി വെച്ചേക്കുന്ന ആകാശത്തിന് കിളിവാതിൽ തുറക്കുമെന്ന്. സ്തോത്രം. ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നീ ദൈവത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നീ ഒപ്പനയ്ക്ക് പോകാതെ മുട്ടയിലൊന്നും ഇരുന്നേ. നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ടുവരുമെന്ന്. ദൈവം വിശ്വസ്തനാണെന്ന്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആകാരം കൊടുക്കുന്നവനാ ദൈവം. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെ നിന്നെ നോക്കി കാത്തിരിക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ നീ അവയ്ക്ക് തൃപ്തി വരുത്തുന്നു. അവൻ നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. നിന്നെ ചുമക്കുന്ന, പരിപാലിക്കുന്ന, പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ഒരു നല്ല ദൈവം. ആ പഴയ പാട്ടിന്റെ വരി പാടിക്ക്. നാളെ നിന്നെ ചുനടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട. നാളെ നിന്നെ ചുനടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട. പറമ്പകൾ പുലരുന്നു, നന്നായി വയലിലെ താമര വളരുന്നു. വാനവനായക നമുക്കേതും നൽകാതെ മറന്നിടുമോ? ആ മനമേ ചഞ്ചലം എന്തിനായി? കരുതാ വല്ലഭനില്ലയോ
ജയവീരനാ. കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിന്നെ പുലർത്താൻ നിന്റെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവനെ വെള്ളം പോലെ തുളുമ്പുന്നവനാ. ഇവനെ വിശ്വസിക്കാൻ ഒക്കുകയല്ല, സ്ഥിരതയുള്ള. ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചായും. അവിടെ ചെല്ലുമ്പോ ഇവൻ തല കാണിക്കും, ഇവിടെ വരുമ്പം വിശ്വസിക്കാൻ ഒക്കുകയല്ല. ആരെയാ? ഇവിടെ വായിച്ച പുള്ളിയായില്ലെന്ന് രൂപേന്റെ കാര്യമാണ് പറഞ്ഞ്. യവനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം പുള്ളിയെ നോക്കുന്ന പാവത്താൻ വായിക്കുക. അയ്യോ അനുഗ്രഹിക്കട്ടെ. ഞാൻ രൂപേന്റെ കാര്യമാണ് പറഞ്ഞ്. അവൻ വെള്ളം പോലെ തുളുമ്പുന്നവനാ, അവനെ വിശ്വസിക്കാൻ ഒക്കുകയല്ല. സ്തോത്രം. പിന്നെ അടുത്തത് ശിമയോനും ലേവിയുമാ. യവന്മാരാണെങ്കിൽ ഉഗ്രന്മാരാ എന്ന് പറഞ്ഞ ആത്മസംയമനമില്ലാത്തവനാ രൂപേൻ. ആത്മസംയമനമൊന്നും ഇവന് സ്ഥിരതയുള്ളവനല്ല. രണ്ട്, ശിമയോനും ലേവിയും. 5-ാം വാക്യം വായിച്ചേ. 5. ശിമയോനും ലേവിയും സഹോദരന്മാർ. ഒരമ്മ പറ്റ ഇരട്ടകളെ പോലെ യോമാർ നടക്കുന്നത്. ശിമയോനും ലേവിയും സഹോദരന്മാരുടെ വാളുകൾ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, മനമേ അവരുടെ യോഗത്തിന് ചേരരുത്. മതി. അപ്പോൾ ശിമയോനും ലേവിയും. ഒന്ന് രൂപേൻ സ്ഥിരതയുള്ളവനല്ല, വെള്ളം പോലെ തുളുമ്പുന്നവനാ. ഇവന് എങ്ങും ഉറച്ചു നിൽക്കുകയല്ല. സ്തോത്രം. 10 ദിവസം ഇവൻ പെന്തിക്കോസിൽ നിൽക്കും, 20 ദിവസം ഇവൻ മറുതേടി കാണും. അത് കഴിഞ്ഞ് ഇവൻ പിന്നെ ഒരു 5 ദിവസം ഇവിടെ ഇടയ്ക്ക് വരും. ഒരു സ്ഥിരതയില്ല. അപ്പൊ രണ്ടാമത്തത് ശിമയോനും ലേവിയും. 5-ാം വാക്യം പറയും, ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് പോകരുതേ. അങ്ങനെയൊക്കെ ചൊല്ലി പറയൂ, അവരുടെ യോഗത്തിന് പോകരുതേ എന്ന് പറഞ്ഞാൽ യോഗത്തിന് പോയാൽ നീ രക്ഷിക്കപ്പെടും. അത് ഇഷ്ടമല്ല പിശാചിന്. യോഗത്തിന് പോയാൽ നീ കർത്താവിനായി നിന്റെ ഹൃദയം സമർപ്പിച്ച് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കും. അത് പിശാചിന് ഇഷ്ടമല്ല. അതിനാ കയറി വിലക്കുന്നത്. ഞാൻ അധികം വിവരിക്കുന്നില്ല. അടുത്തത് പിന്നെ യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. വായിച്ചേ. യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇരപിടിച്ച കയറിയിരിക്കുന്നു. താഴോട്ട് പഠിക്കുമ്പോൾ അവകാശമുള്ളവൻ മരുമോളം ചെങ്കോലി യഹൂദയിൽ നിന്ന് രാജതണ്ട് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുക. പിന്നെ ജാതികളുടെ അനുസരണം അവനോട്. അപ്പോൾ യഹൂദയെ വിളിച്ചത് ഓരോ മക്കളെയും വിളിച്ചങ്ങോട്ട് ദൂത് പറയുകയാ. എല്ലാം വിവരിക്കാൻ നേരമില്ല. ദൂത് പറഞ്ഞു അപ്പൊ സ്വന്തം മക്കളെ വിളിച്ച് ഉൽപ്പത്തി 49:1 മുതൽ ദൂത് പറയുന്നതിന് മുൻപ് തന്റെ കൊച്ചുമക്കളെ കയറി ഒന്ന് അനുഗ്രഹിച്ചു. അതാണ് 48. എല്ലാം വിവരിക്കാൻ നേരമില്ല, വിസ്തരിക്കാനും നേരമില്ല. 48 കൊച്ചുമക്കളെ അനുഗ്രഹിച്ചു. 48:1 മുതൽ വായിച്ചേ. അനന്തരം യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു വർത്തമാനം വന്നു. ഉടനെ യോസേപ്പ് തന്റെ മക്കളെ കൂട്ടിക്കൊണ്ട് അപ്പനെ കാണാൻ ചെന്ന. വായിച്ചോ. ഉടനെ അവൻ മനശ്ശെ എഫ്രയീം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് യോസേപ്പ് മനശ്ശെ എഫ്രയീം എന്ന 2 പുത്രന്മാരെ കൂട്ടിക്കൊണ്ട് അപ്പനെ കാണുവാൻ ചെന്നു. നിന്റെ മകൻ യോസേപ്പ് പിതാവ് വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലേലിരുന്നു. യാക്കോബ് യോസേപ്പിനോട് പറയുന്നതാണ് അടുത്ത വാക്യം. വായിക്കേ. യാക്കോബ് യോസേപ്പിനോട് പറഞ്ഞത്, മകനെ, സർവശക്തിയുള്ള ദൈവം പണ്ട് കനാൻ നാട്ടിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നോട്, ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ദേശമെല്ലാം ശാശ്വത അവകാശമായി കൊടുക്കുമെന്ന് എന്റെ ദൈവം എന്നോട് ദൂത് പറഞ്ഞു. അതാണ് അപ്പനും മോനോട് സംസാരിക്കാൻ 48. അപ്പനും മക്കളും നന്നായിട്ട് സംസാരിക്കണം. അപ്പൻ പിള്ളേരോട് വർത്താനം പറയണം, പിള്ളേർ അപ്പനോടും മിണ്ടുന്നില്ല. ചില അപ്പന്മാര് വീട്ടിലും ഓഫീസിലെ പോലെ ഇടപെടുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിള്ളേരോട് ഓഫീസിലെ ഇന്നെന്താണ് നിന്റെ പ്രോഗ്രാം, കൊച്ചനോട് ചോദിക്കുക. നമ്മൾ തമ്മിൽ ഇന്ന് സംസാരിക്കാൻ ടൈമുണ്ടോ? എടാ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ പോരെ? അല്ലേ എൻ്റെ മര്യാദ? ഏനാന്നോ പാട്ട് പിടിച്ചതല്ല. ഇവിടെ അപ്പനും മകനും കൂടെ തുറന്ന് സംസാരിക്കുക. ബാക്കി ഒന്നുകൂടെ വായിച്ചേ പാസ്റ്ററെ. 48. അനന്തര യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നുവെന്ന് വർത്തമാനം
വന്നു. 147 വയസ്സുള്ള യാക്കോബ് ക്ഷീണിതനായി, ജരാതരയെല്ലാം ബാധിച്ച് മരിക്കാറായി, കടുപ്പമായി മരിക്കാറായി എന്ന വാർത്ത യോസേപ്പിന് കിട്ടി. കാരണം യോസേപ്പ് ക്വാർട്ടേഴ്സിലാണ്, അപ്പച്ചനും ആൾക്കാരും എല്ലാം ഗോശേൻ ദേശത്താണ്, അല്പം ഡിസ്റ്റൻസ് ഉണ്ട്. യോസേപ്പ് മിസ്രയീമിലെ ഫറവോൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളാണ്. അപ്പൊ എപ്പോഴും അപ്പനെ കാണാനും ക്ഷേമങ്ങൾ അറിയാൻ ഒഫീഷ്യലായിട്ട് ഒത്തിരി ഉത്തരവാദിത്വം, ഒരു മഹാരാജ്യത്തിന്റെ ഭരണചക്രം നടത്തുന്ന ആളല്ലേ. നമുക്ക് 4 പെണ്ണുങ്ങളും 5 ആണുങ്ങളും ഉള്ളൊരു തപ, എല്ലാം കൂടെ 9 പേര്. എന്നിട്ട് തന്നെ പാസ്റ്റർമാർ പറഞ്ഞ് ബിസിയാന്നാ പറയുന്നത്. ചാത്തം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു വല്യപ്പനും. പക്ഷെ എന്തുകൊണ്ട് ബിസി നിന്ന് വളയുക ഞായറാഴ്ച ഒരു തോത്രം പറയിപ്പിക്കാൻ. അപ്പൊ ഒരു രാജ്യത്തിന്റെ, ഒരു മഹാരാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് ഭരണചക്രം തിരിക്കുന്ന ആൾക്ക് ഉത്തരവാദിത്വം ഒന്നും വേണ്ടതുണ്ട്. അതുകൊണ്ട് എപ്പോഴും അപ്പൻ്റെ അടുക്ക വന്ന് ഇരിക്കാനും കാണാനും ഒക്കുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു യോസേപ്പിനോട്. യോസേപ്പിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആരെന്ന് പറയാൻ കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ, ഞാൻ ഇവിടെ നിന്ന് വചനം വഹിച്ച് പ്രാർത്ഥിക്കും. 103 കാരണം മുടക്കൊന്നും, കാശ് മുടക്കില്ലല്ലോ. വചനം വഹിച്ചാൽ കാശ് മുടക്കൊന്നും. അതേസമയം അപ്പനെ കാണാൻ ചെന്നാൽ കാശ് മുടക്കില്ലേ? പോകുന്നതിൻ്റെ ചിലവ്, വണ്ടിക്കൂലി, അല്ലെ ഓട്ടോ പിടിക്കണം, ഇല്ലേ ബസ്സിനായിട്ട് ബസ്. ന്യായമായ നിലയിൽ അപ്പനെ ഓറഞ്ചോ മുന്തിരിങ്ങായോ ആപ്പിളോ വല്ലതും കഴിക്കുന്ന അപ്പനാണെങ്കിൽ കുറഞ്ഞത് ഇന്നത്തെ കാലം അനുസരിച്ച് 1 കിലോ എങ്കിലും മേടിച്ചുകൊണ്ട് പോകണം. പിന്നെ അവിടെ ചെന്ന് അപ്പച്ചന് ഈ 50-50 ബിസ്ക്കറ്റ് ഉണ്ട്, ചെറിയ ഒരു ഉപ്പും ഒക്കെ ചേർന്ന്, വലിയ പൈസ ഇല്ല, എന്നാലും 10-20 രൂപ. എത്ര 20 എത്രയാ? ആയിക്കോട്ടെ, എന്നാലും 50-ന് താഴെയാന്നേ. വലിയ മുടക്കൊന്നും വലിയതായിട്ടില്ല, എന്നാലും 50 കൊടുക്കണമല്ലോ. സ്തോത്രം. പിന്നെ ഈ വന്ന കാലത്ത് ന്യായമായിട്ട് അനിയൻ്റെയോ ചേട്ടൻ്റെയോ മോടെ വീട്ടിലാണ് നിൽക്കുന്നെങ്കിലും കണ്ടേച്ച് പോകുമ്പോൾ കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും കൊടുക്കണം. അപ്പൊ എല്ലാം കൂടെ ഒരു 10,000 രൂപ ചിലവുണ്ട്. വീട്ടിൽ നിന്ന് വചനം വായിച്ചാൽ 1 രൂപ ചിലവാകുമോ? അല്ല, അങ്ങനെയുള്ള വിദ്വാന്മാരും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പെന്തിക്കോസിൽ ഇഷ്ടം പോലെ ഉണ്ട്. പ്രാർത്ഥിക്കും തോറും ഇതുങ്ങൾക്കെല്ലാം അങ്ങ് വൈരാഗ്യം കൂടുക. അതെ, മറുഭാഷ പറഞ്ഞ മറിയ അമ്മയ്ക്ക് വെള്ളം കൊടുക്കാതായിരുന്നു ഈ ഗ്ലോറി എന്ന് പറഞ്ഞ് കിടുങ്ങുന്നത്. അതെ, സ്വന്തം സഹോദരങ്ങളോട് പോലും മിണ്ടാതായിരുന്നു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഇടത്തെ കൈയും വലത്തെ കൈയും കൂടെ പൊക്കുന്നത്. മര്യാദയ്ക്ക് ഇരുന്നോണം ഇന്ന്. ഏതാ ആ വിധത്തിലുള്ളവര്? അല്ലാത്തവര് നന്ദിയോടെ സ്തുതിച്ചോണം ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്. അപ്പനെ കാണാനായിട്ട് യോസേപ്പ് പോവുക, ഉടനെ പോയെന്നുള്ളതാ. മാതാപിതാക്കളെ അന്വേഷിക്കണേ, അവരെ ബഹുമാനിക്കണേ, അവരെ ആദരിക്കണേ. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നാ. സ്തോത്രം. അത് നന്നായി ചെയ്യണം. പിന്നെ പ്രായമുള്ളവരോട് ഒരു കാര്യം പറയും, ഒരു 65-70 ആയ ആ മൂരാച്ചിത്തരം അങ്ങ് മാറ്റണം. മനസ്സിലായോ? ഒരു 65 കഴിഞ്ഞില്ലേ, കുറെ അങ്ങ് ഒതുങ്ങണം. ആ പഴയ ഞാൻ കലൈപുരത്തി ആരാന്നറിയാമോ, ഞാൻ മൈലമ്പാപ്പന്റെ അനിയനാന്നും പറഞ്ഞ് നടക്കരുത്. തമാശ പറഞ്ഞാൽ മരുമകളെ നല്ല ആറ്റം സൈസാ, കപ്പലിൽ നീ ആടി പ്ലെയിനെ കയറുന്നവളാ. ഈ വെള്ളത്തിലെടുത്ത അവള് അതുകൊണ്ട് കഞ്ഞി കുടിച്ചൊക്കെ ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ പഴയ ആ പത്രാസം പ്രൗഢിയൊക്കെ ഒന്ന് ഒതുക്കി ദൈവത്തെ വിളിച്ച് മരുമകളോ മക്കളോ ഇച്ചിരി കഞ്ഞിയോ വെള്ളം തരുക, സ്തോത്രം പറഞ്ഞ് കുടിച്ച് കിടക്കണം. ഇല്ലെങ്കിൽ നേരെ ജോസാൻ എടുത്ത് വിടും. ഞാനിപ്പോൾ പോയിച്ചാവുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അവിടെ കയറി പ്രാർത്ഥിച്ച് അതുങ്ങളെ എല്ലാം തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ച് കുറച്ചു നേരം അവിടെ ചെലവഴിച്ചാവന്നെ. വളരെ മനോവേദനയാണ് കണ്ടിട്ട്. സ്തോത്രം. വലിയ മഹനീയമായ ശുശ്രൂഷയാണ്. എത്ര എണ്ണമാ അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് നീ പെരക്കകത്ത് കിടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മരുമകളോട് മരുമൊക്കെ ഇടപെടണം. തള്ളേ ഇങ്ങോട്ട് നോക്കിക്കേ, നീ ഉമ്മ മരുമകളുടെ കുറ്റമെല്ലാം പറഞ്ഞ് പാസ്റ്ററുടെ ഭാര്യയോടൊന്നും ചെന്ന് മരുമകളുടെ കുറ്റം പറയരുത്, കൂട്ടുവിശ്വാസിയോടും പറയരുത്. മരുമകളാ, മോള് വല്ലപ്പോഴും കാണാൻ വന്ന് 1 കിലോ മുന്തിരിങ്ങായിട്ട് വരും, പകുതി അവള് തന്നെ തിന്നുക. മരുമകളാ നിനക്ക് വെള്ളം തരുന്നത്, വല്ലപ്പോഴാന്നില്ലല്ലേ എന്നും ആന്നില്ലൊരു ചായ തരുന്നില്ല. അതുകൊണ്ട് മരുമകളുടെ കുറ്റം ഒന്നും പറഞ്ഞേക്കരുത്. ഇങ്ങോട്ട് നോക്ക്, ഉറങ്ങുകയായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, ഗുണം വരുന്ന കാര്യമായി പറഞ്ഞു തരുന്നത്. മരുമകളെ മരുമകളായിട്ട്, മരുമകളാ പക്ഷെ മകളായിട്ട് കാണാൻ. സ്തോത്രം. അങ്ങനെ കാണുക, നല്ല ബുദ്ധി ഉണ്ടാകും, നല്ല ഗുണം വരുമെന്ന്.
അതുകൊണ്ട് മരുമകളോട് ഒരു കാര്യം പറയാം, അമ്മ ഇരുന്ന കാലത്തോളം ഇനി ഇരിക്കുകയല്ല. തള്ളയോട് നീ കുചുമ്പെടുക്കരുത്. ചൂടുവെള്ളം ചോദിക്കുമ്പോൾ ഇച്ചിരി കൊടുത്തേക്കണം, അത് കുടിക്കാനുള്ള പരുവത്തിൽ തിളച്ച വെള്ളം കൊണ്ട് തള്ളയുടെ തൊണ്ട പൊള്ളിക്കരുത്. മനസ്സിലായോ? ഇതൊക്കെ ചെയ്യണം. അന്യോന്യം ഇതൊക്കെ ചെയ്ത് മര്യാദയ്ക്ക് പോയാൽ എല്ലാവർക്കും അങ്ങ് ചെല്ലാം. ആട്ടെ, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചില ഗുണദോഷങ്ങളൊക്കെ പറയും, ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ യാക്കോബ് മരിക്കാറായി. അപ്പൊ യോസേപ്പിന് അറിവ് കൊടുത്തു, നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു. അപ്പോൾ യോസേപ്പ് അപ്പനെ കാണാൻ പോകുക. പ്രായമുള്ളവർ ക്ഷീണിതരോ രോഗികളാന്ന് അവരെ കാണാൻ പോകണം. അത് സഭയിലാന്നേലും കുടുംബത്തിലാന്നേലും ആരാന്നേലും പ്രായമുള്ളവർ, രോഗികൾ, ബലഹീനർ, ക്ഷീണർ, അങ്ങനെയുള്ളവരെ പോയി കാണണം, അവരോടുകൂടി ഇരിക്കണം. ഒക്കുന്നെങ്കിൽ 10 രൂപ കൊടുക്കാൻ ആപതുണ്ടെങ്കിൽ കൊടുക്കണം. ഇനി പൈസ ഇല്ലെങ്കിലും 10 മിനിറ്റ് ഇരുന്ന് അവർക്ക് ആശ്വാസവചനങ്ങൾ പറഞ്ഞ് അവരുമായിട്ടൊന്ന് സംസാരിക്കുക ചെയ്യുന്നത് അവർക്കൊരു അനുഗ്രഹമാണ്. ദൈവത്തിന് മഹത്വം. അപ്പനെ കാണാൻ ഉടനെ പോയെന്ന ഉടനെ, അങ്ങനല്ലേ? ഉടനെ വായിച്ചേ. അനന്തരം നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. ഉടനെ ഉടനെ അവൻ മനേശ എഫ്രയീം എന്ന 2 പിള്ളേരെ കൂട്ടി കൊണ്ടുചെന്നു. നിന്റെ മകൻ യോസഫ് ഇതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. അതിനകത്ത് ഒരു ആത്മീയ ദൂത് പറഞ്ഞ ഭാഗം വിടാൻ വിവരിക്കാൻ നേരമില്ല. എടുത്ത വാക്യത്തോട് കൂറുപടുത്തുക കാര്യം പറയണം. അപ്പോൾ 147 വയസ്സുള്ള അപ്പൻ ഇങ്ങനെ കിടക്കുക, അനങ്ങാൻ മേല, മരിക്കാറായി. ആരേലും പരസകായം കൂടി ആ എഴുന്നേൽപ്പിക്കുക ഇരുത്തുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കിടക്കുന്ന അപ്പനോട് ആരോ ചെന്ന് പറഞ്ഞു, അപ്പച്ചാ യോസേപ്പും പിള്ളേരും വരുന്നെന്ന്. യോസേപ്പും പിള്ളേരും വരുന്നു. അവിടെ വായിക്കുന്ന ഉടനെ യാക്കോബ് അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലേലിരുന്നു. തന്നെത്താൻ ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ പരസകായം കൂടാതെ അപ്പൻ ചാടി അങ്ങ് എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റ് ആ കട്ടിലേൽ അങ്ങ് ഇരിക്കുക. എന്നാ ഈ പരസകായം കൂടാതെ ചാടി എഴുന്നേക്കാൻ കാരണം അപ്പന്റെ കാതിൽ കേട്ട ശബ്ദം എന്നാന്നറിയാമോ? യോസേപ്പും പിള്ളേരും വരുന്നു. ഇന്ന് രാത്രി ഇതിനകത്തെ ആത്മീയ പാഠം, നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ പറ്റി കേൾക്കുമ്പോൾ നിന്റെ ക്ഷീണമെല്ലാം മാറണം, സകല തകർച്ചകളും തളർച്ചകളും മാറണം. ഇപ്പോൾ ശരീരത്തിൽ ബലഹീനതയുണ്ട്, രോഗങ്ങളുണ്ട്, പീഡകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് കാണാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ കാണാം, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ മനം നൊന്തിരിക്കുക, ഭാര്യയോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, ആ സമൂഹത്തോടുള്ള ബന്ധത്തിൽ പലവിധ വിഷയങ്ങൾ ഞരങ്ങിയും ഭാരപ്പെട്ടും ഇരിക്കുന്ന പലരും ഇന്ന് രാത്രി എന്നെ കേൾക്കണമെന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങളോടൊരു കാര്യം പറയാൻ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളൊരു കാര്യം പറയാ, അധികം താമസിക്കാതെ നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തു വരാൻ പോകുകയാ. എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കപ്പെടുന്ന പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. യൂദാ പറഞ്ഞിരിക്കുന്ന കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും ആ ഭക്തി കെട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു. മഹത്വ പ്രത്യക്ഷതയാണെങ്കിലും ദൂത് പറയുകയാ, യേശു വീണ്ടും വരും. ആ സുവാർത്ത കേൾക്കുമ്പോൾ ക്ഷീണമെല്ലാം മാറണം. യേശുവിന്റെ വരവിനെ പറ്റി കേൾക്കുമ്പോൾ ബലഹീനത മാറണം. അതിന് യേശുവിന്റെ വരവിന്റെ വിശേഷത, അന്ന് നമ്മുടെ സകല ദുരിതവും മാറും. ഈ താഴ്ചകളുള്ള ശരീരം ഒരു മഹത്വമുള്ള ശരീരം പ്രാപിക്കും. ഈ ബലഹീനമായ ശരീരം ബലമുള്ളൊരു ശരീരം പ്രാപിക്കുമെന്ന് അവൻ സങ്കീർത്തനക്കാരൻ പാടി. ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവൻ സ്വന്തം നിന്ദകളും പീഡകളും ആക്ഷേപങ്ങളും അപമാനങ്ങളും, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും, കഷ്ടത, പട്ടിണി, നഗ്നത, ഉപദ്രവം, വാള്, അനർത്ഥം, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, കടലിലെ ആപത്ത്, പട്ടിണി, പൈതാകം എന്ന് വേണ്ട നിരവധി ശോധനകളിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾ സങ്കീർത്തനക്കാരൻ പാടുക, ഇത് മുഴുവൻ വേഗത്തിൽ തീരും, ഇത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവിൽ പ്രൈസ് ദി ലോർഡ് വരുമേ. തിരുവായി മൊഴിഞ്ഞവനരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ, വേഗം മഹിമയിലെടുപ്പാൻ
കൊണ്ടുവരുന്നു ജാലകിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവരുന്നു ജാലകിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവരുന്നു ജാലകിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കാന്താവരവു കാത്തു കാത്തു ഞങ്ങളെത്ര നാൾ വാർത്തിടണം, കാന്താവരവു കാത്തു കാത്തു ഞങ്ങളെത്ര നാൾ, എത്രയോ കാലമായി നോക്കി നോക്കി പാരിൽ മാത്രയും മാറാതെ കാത്തു നിന്നിടുന്നു. എന്നു നീ വന്നു കണ്ടിടും പൊന്മുഖം ഒന്ന് ചുംബിക്കുക, എന്നു നീ വന്നു കണ്ടിടും പൊന്മുഖം ഒന്ന് ചുംബിക്കുക. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ, വേഗം മഹിമയിലെടുപ്പാൻ, കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തി. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ് ഈ സുവിശേഷ ലോകത്തിന്റെ മഹാസമാപന ദിനത്തിൽ പറയട്ടെ, അധികം താമസിക്കാതെ യേശു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. പ്രൈസ് ദ ലോർഡ്. ഈ വാർത്ത, ഈ സുവാർത്തയെ പറ്റി കേൾക്കുമ്പോൾ ക്ഷീണമെല്ലാം മാറണം. സ്തോത്രം. അല്ല, നിന്റെ മകൻ യോസേഫ് പിതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിന്മേലിരുന്നു. യാക്കോബ് യോസഫിനോട് പറഞ്ഞത്, അപ്പന്റെ മോനോട് സംഭാഷിക്കുക. ഈ യാക്കോബ് കട്ടിലേൽ ഇരുന്നതിനെ പറ്റി വേറെ പണ്ഡിതന്മാർ ഇതിനെയൊക്കെ പറ്റിയൊക്കെ പഠിച്ച ആൾക്കാർ പറഞ്ഞ് കട്ടിലേൽ ഇങ്ങനെ ഇരുന്നു, കാല് രണ്ടും താപ്പോട്ടാക്കി, രണ്ട് കാലിന് നടുവിലായിട്ടൊരു വടിയുണ്ട്, വടി നിലത്ത് കുത്തി, എന്നിട്ട് ആ വടിയുടെ മേളിൽ കൈ രണ്ടും വെച്ച്, കൈയുടെ മേളിൽ ഇങ്ങനെ താടിയും വെച്ച് ഇരുന്നെന്നാ പറയുന്നത്. പാസ്റ്റർ കണ്ടോന്നൊന്നും എന്നോട് കയറി ചോദിച്ചേക്കരുത്. അല്ല, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞല്ലേ വന്നേ. സ്തോത്രം. അങ്ങനെ പറയുന്നത്. എന്തായാലും യാക്കോബ് കട്ടിലേൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ യോസേഫ് അടുത്ത് വന്നു, അപ്പന്റെ മോനോട് സംഭാഷിക്കുക, ഹൃദയം തുറന്ന് സംഭാഷിക്കുക. അപ്പൊ യാക്കോബ് യോസേഫിനോട് പറഞ്ഞേ, വായിച്ചേ. യാക്കോബ് യോസഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി. ഈ കണ്ടുടനെ അപ്പനും മോനും സംസാരം തുടങ്ങുന്നത് ദൈവിക വിഷയത്തില്ല. സർവശക്തിയുള്ള ദൈവം. അപ്പനും മക്കളും കാണുമ്പോൾ ദൈവിക കാര്യം വേണം ആദ്യം പറയാൻ. ആദ്യം പറയണം ദൈവത്തിന് മഹത്വം, അല്ലെ? പ്രൈസ് ദ ലോർഡ്. ഇംഗ്ലീഷ് ഇരിക്കട്ടെ. കാണുമ്പോഴേ ദൈവത്തിന് മഹത്വം, അതൊക്കെയാ ചോദിക്കേണ്ടത്. മക്കളെ കാണുമ്പോഴേ, അല്ല കണ്ടോണ്ടേ ശമ്പളം കിട്ടുന്നുണ്ടോടാ, പിന്നെ അവൻ പറയാം ഇല്ലെന്ന് പറഞ്ഞാൽ ഇനി കൊടുക്കണ്ടല്ലോ. മറ്റവൻ മതിലിങ്ങോട്ട് ഇറക്കി കെട്ടിയിട്ടുണ്ടോ? മക്കളെ കാണുമ്പോൾ ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്, ദൈവത്തെ പറ്റി പറയണം. നീ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടോ? വേദപുസ്തകം വായിക്കുന്നുണ്ടോ? നീ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? നീ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ടോ? ഇതൊക്കെ ആ പിള്ളേരോട് ചോദിക്കണ്ടേ. സ്തോത്രം. അപ്പൻ താമസിച്ചു വന്ന ആദ്യം ചോദിക്കേണ്ടത് കഞ്ഞി കുടിച്ചോന്നല്ല, പ്രാർത്ഥിച്ചോടാന്ന് ചോദിക്കണം. അത് കഴിഞ്ഞ് ചോദിക്കണം കഞ്ഞി കുടിച്ചോന്ന്. ആരോട് പറയാതപ്പാ ഗോതമംഗലം. അപ്പനും മകനോട് സംഭാഷിക്കുക, മകനെ സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. സ്തോത്രം. കരുത്തില്ലാത്ത ദൈവമല്ല, കഴിവില്ലാത്ത ദൈവമല്ല, അവൻ അപാകതയുള്ള ദൈവമല്ല, ഊനമുള്ള ദൈവമല്ല, ഊനമില്ലാത്ത കരുത്തുള്ള കരുത്തനായ ശക്തനായ സർവശക്തനായ ദൈവമാണ് എന്റെയും നിങ്ങളുടെ ദൈവം. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാ. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ ശക്തനാ. ഇന്ന് രാത്രി നിന്നെ രക്ഷിച്ച സർവശക്തിയുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അനേതിയായി ശ്വാശ്വതമായി നമ്മുടെ ദൈവമാണ്. അതെല്ലാം വിവരിക്കുന്നില്ല. സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തെ ലൂസിൽ വെച്ച് എനിക്ക് എന്ന് പറഞ്ഞ മോനെ, നമ്മളിപ്പോ സംസാരിക്കുന്നതിന് 100 കൊല്ലം മുമ്പ്, അതാ കനാൻ ദേശത്തിലെ ലൂസിൽ പണ്ട് സംസാരിച്ചേ. നമ്മളിപ്പോ സംസാരിക്കുന്നതിന് 100 കൊല്ലം മുമ്പ് സർവശക്തിയുള്ള ദൈവം എന്നോടൊരു ദൂത് പറഞ്ഞു. 100 കൊല്ലം മുമ്പ് എന്തുവാ പറഞ്ഞ ദൂത്? അടുത്ത വാക്യം. എന്നോട്, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കി നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ, പണ്ട് ഞാൻ എന്റെ ചേട്ടനെ പേടിച്ച് ഓടിയൊരു കാലം ഉണ്ടായിരുന്നു. ഒരു ചെറിയ ട്രിക്കായിരുന്നു, ഒരു ചെറിയ എന്തുവാ ഒരു ചെറിയ ഫാൻസി ഡ്രസ്
യുവജനോത്സവത്തിന്. വീട്ടിലൊരു യുവജനോത്സവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും അമ്മ പറഞ്ഞു നീ നന്നായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ കോലാട്ടുകൊറ്റനെ കണ്ടിച്ച് അമ്മ തന്നെ അണിയറ നിന്നതെല്ലാം ഫിറ്റ് ചെയ്ത് തന്നത്. അങ്ങനെ അപ്പച്ചനെ ഒന്ന് കളിപ്പിച്ചതാ. പക്ഷെ കളിപ്പിച്ച് അനുഗ്രഹമൊക്കെ നേടിയെങ്കിലും പെരയ്ക്കാതിരിക്കാനൊക്കത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ പറയും തോമാച്ചായനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. അച്ചായൻ ഇവിടെ, അച്ചായൻ മെഡിക്കൽ കോളേജിൽ കിടപ്പുണ്ട്. മെഡിക്കൽ കോളേജിൽ കിടക്കുന്നവരെല്ലാം കുഴപ്പക്കാരാന്നല്ല പറഞ്ഞത്. നമ്മൾ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് മിക്കവരും ഭൗതികത്തിനാണ്. ഭൗതികം അനുഗ്രഹമല്ല, അത് നന്മയാണ്. അനുഗ്രഹം ആത്മീകമാണ്. പുതിയ നിയമത്തിന്റെ ഉപദേശം അത് സ്വർഗീയ അനുഗ്രഹമാണ്. തോമാച്ചായന് ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. അതിന് ഭയങ്കര വീടല്ലയോ കളിയപ്പുറത്ത് പണിതേക്കുന്നത് ആണോ? പിന്നെ താഴേന്ന് ബെഡ്റൂമിലോട്ട് ലിഫ്റ്റല്ല കയറുന്നേ. അത് തോമാച്ചൻ എന്ത് ചെയ്യേ? തോമാച്ചൻ അവിടെ അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഉണ്ടോ? അങ്ങനെയുള്ളവരെ സൗഖ്യമാക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ ഒരു വശമാണ്. പക്ഷെ നിനക്ക് ചെറ്റപ്പരയാ, പനയോല കൊണ്ട് മേഞ്ഞതാ, ചാണകം തളിച്ച് മെഴുകിയതാ. പക്ഷേ എന്നും രാത്രി അതിനകത്ത് സമാധാനത്തോടെ കിടക്കാൻ പറ്റുന്നെങ്കിൽ അതാ കുറച്ചുകൂടെ ഭാഗ്യം. തോമാച്ചൻ 8 കോടിയുടെ വീട് പണിതേച്ച് തോമാച്ചൻ കൂടുതലും കിടക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്. അതിലും നല്ലത് 8 കോടി പോയിട്ട് ഒരു കോടി പോലും തിരിച്ചിട്ടില്ല, പനയോല കൊണ്ടാ. പക്ഷെ പെരക്കകത്ത് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ തോമായാക്കാലും നല്ലത് നീ തന്നെ. അതിനങ്ങനാണോ സ്തോത്രം പറയുന്നത്? സ്തോത്രം. എല്ലാ റൂമിലും AC വെച്ചിട്ടുണ്ട്. പക്ഷെ തോമാച്ചൻ AC ഇടാൻ ഒക്കത്തില്ല. അയ്യോ അത് ഇടത്തില്ല. പിന്നെ വല്ലപ്പോഴും ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പം വേലക്കാരൻ വന്ന് ഒരു 10 മിനിറ്റ് ഇട്ടേച്ച് കാരണം ഇത് കേടാകാതിരിക്കാൻ. എടാ തോമ, എന്നാ ഇത് ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കടാ തോമ. നീ ഉമ്മ ഇതെല്ലാം വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ മോച കനാന്ന് കണ്ട പോലെ ഏജ് കണ്ടുകൊണ്ടിരിക്കാതെ അത് ഉപയോഗിക്കുന്നവർ കാണാം, അവർക്ക് കൊടുക്കെടുത്ത്. അതിനൊന്നുമില്ല. 10 ഏക്കർ പുഞ്ചപ്പാടം തോമായ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. 10 ഏക്കർ പുഞ്ചപ്പാടം. പക്ഷെ തോമാച്ചന് ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് വരണം 2 ചപ്പാത്തി. പുഞ്ചപ്പാടം 10 ഏക്കറുണ്ട്. നെല്ല് കൊയ്ത് ലോഡ് കണക്കിന് പോകുന്ന തോമാച്ചൻ തിന്നെ ഇരുന്ന് കാണുന്നതല്ലാതെ ആ കുത്തരി എടുത്ത് ഇച്ചിരി ചോറുണ്ണാൻ തോമായിക്ക് പറ്റുന്നില്ല. തോമായിക്ക് ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് വരണം, അതും എണ്ണ ചേർക്കാതെ 2 ചപ്പാത്തി. അതും ചപ്പാത്തി ഉണ്ടാക്കി വെച്ച് ജനലെ പിടിച്ച് നിന്ന് കടിക്കണം എഴുന്നേറ്റ് നിന്ന്. കാരണം ചപ്പാത്തി താമസിച്ച് പോയാൽ തോമ എന്തിനാ താമസിച്ചെന്ന് വെച്ച് ചപ്പാത്തി ഇങ്ങനെ നിൽക്കുക. അപ്പം പുഞ്ചപ്പാടം ഒന്നുമില്ലെങ്കിലും 1.5 അരിയുടെ ചോറുണ്ടെന്ന ബേബി ഇതിനകത്തിരിപ്പുണ്ട്. മാസവത്തിന് എന്ന് വെച്ചാൽ ഇല നിറച്ച് ചോറിട്ട് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇവൻ കഴിക്കുന്ന അവൻ കരിങ്കല്ലിന് പണിയുന്നുണ്ട്, നന്നായിട്ട് ചോറും കഴിക്കുന്നുണ്ട്. നമ്മളിതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ. അപ്പം അതാ കുറച്ചുകൂടെ നല്ലത്. പാപ്പച്ചായൻ്റെ വീട് എവിടാ? എൻ്റെ വീട് പുളുക്കീഴ. അതിന് പുളുക്കീഴ്. പക്ഷെ പഞ്ചാര ഇട്ട കാപ്പി. കാരണം പുളുക്കീഴ ഷുഗർ ഫാക്ടറി പണ്ട്, ഇപ്പോഴതിൽ നിർത്തി. ഷുഗർ ഫാക്ടറി വീട് പുളുക്കീഴ. ലോഡ് കണക്കിന് പഞ്ചസാര കയറി പോകുന്നത് കണ്ടോണ്ടിരിക്കുന്ന അല്ലാതെ ഒക്കുന്നില്ല. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. ചെറുതാന്നേലും അത് അനുഭവിക്കുവാനും അത് ആസ്വദിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അതാ ഏറ്റവും വലിയ ഭാഗ്യം. മനസ്സിലാകുന്നുണ്ടോ? ഇഷ്ടംപോലെ ഭൗതികമുണ്ട്. തീന്മേശ മുഴുവൻ വിഭവസമൃദ്ധമായ ഭക്ഷണം ഇഷ്ടം പോലെ. ഇച്ചിരി ചിക്കൻ തരട്ടെ, ഇച്ചിരി ബീഫ് ഒലത്തിതും, എന്നാ നല്ല നെന്മീന വറുത്തത്, ഇച്ചിരി മെടുക്ക് വരട്ടെ തരട്ടെ, നല്ലതാ. അയ്യോ എണ്ണ. എന്നാ ഒരു പപ്പടം എടുത്ത് കഴിക്കൂ, പ്രഷർ. എന്നാ ഇച്ചിരി അച്ചാറ് തരട്ടെ. അയ്യോ തൊട്ട് പോകരുതെന്നാ. പിന്നെ എന്നാ വേണം? പാവയ്ക്കാത്തോരൻ കാണുമോ? അന്നേരം വീട്ടിൽ പണിക്ക് തന്നവൻ ഇത് മുഴുവൻ അടിച്ച് പെരുക്കുക. നമ്മളത് കണ്ടോണ്ടിരിക്കുക. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അനുഗ്രഹം പ്രാപിച്ച യാക്കോബിന് പെരയ്ക്കാതിരിക്കാൻ പറ്റുന്നില്ല.
ജ്യേഷ്ഠൻ തന്നെ കൊല്ലാൻ വരിക. യാക്കോബ് ജ്യേഷ്ഠനെ പേടിച്ച് ഓടി. അമ്മ ഉപദേശം കൊടുത്ത് ഓടിക്കോ, എൻ്റെ ആങ്ങളെ ലാബാൻ പത്തനാരാമിലുണ്ട്, അങ്ങോട്ട് പൊക്കോളാൻ. IPC ഒന്നുമല്ല, സ്വതന്ത്ര സഭയാ, പുതിയ പൈനിയർ വർക്ക്, ഓടിക്കോളാൻ പറഞ്ഞു. ആ ഓട്ടം ഓടി 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 ഒരു സ്ഥലത്ത് വന്നപ്പോൾ സൂര്യൻ വൈകി അസ്തമിച്ചു. സന്ധ്യയായി, ഇരുട്ട് പരന്നു. മൂങ്ങയുടെ ശബ്ദം, കുറുക്കന്റെ ശബ്ദം, ഭീകരാന്തരീക്ഷം. സഹായത്തിന് ആരുമില്ല, കയറി കിടക്കാൻ ഇടമില്ല, ആശ്വാസം വചസ് പറയാൻ ആരും അടുത്തില്ല, ഉടുതുണിക്ക് മറതുണിയില്ല, അവൻ ഭക്ഷിപ്പാൻ ആഹാരമില്ല, ധരിപ്പാൻ വസ്ത്രവും വളരെ നാസ്തിയാ. എല്ലാം നഷ്ടപ്പെട്ട് മരണഭീതിയാൽ ഓടുക. അന്ന് രാത്രി അവിടെ കിടന്നു. ആ രാത്രിയിൽ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തോളം എത്തുന്ന ഗോവണി, ദൂതന്മാരിങ്ങനെ കയറുകയും ഇറങ്ങുകയും ചെയ്യുക. അന്ന് രാത്രി യാക്കോബിനോട് ദൈവം ഇടപെട്ടു. ഇത് ഇപ്പൊ സംസാരിക്കുന്നതിന് 100 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ്. അതാ യാക്കോബ് പറഞ്ഞത്, മോനെ, സർവശക്തിയുള്ള ദൈവം പണ്ട് കനാൻ നാട്ടിൽ ലൂസിൽ വെച്ചനോട് ദൂത് പറഞ്ഞതാ, ഞാൻ നിന്നെ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കിയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ദേശം. അന്ന് ആരും സഹായത്തിനില്ലാതെ വട്ടം നോക്കിയിട്ട് നല്ല ക്ഷീണം, ഉറക്കം. തലവെക്കാനായിട്ട് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഒരു കല്ല് കണ്ട് ആ കല്ലെടുത്ത് തലയണയായിട്ട് വെച്ചു. ഈ കല്ല് മറ്റൊന്നുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ നിഴല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള കല്ലാകുന്ന അവന്റെ അടുക്കൽ. അങ്ങനെയാണല്ലോ പുതിയ നിയമത്തിലെ വാക്യം. ഈ കല്ല് മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന കല്ല്. അതാണ് ആശ്രയമായിട്ട് അടുത്ത് തലയ്ക്ക് വെച്ചത്. സ്തോത്രം. പാടാൻ വയ്യ. ഇവരും ഞാനും കൂടെ അങ്ങോട്ട് ശരിക്കും ഒത്തുവരുന്നുമില്ല. നിങ്ങളുടെ കുഴപ്പമല്ല, കുഴപ്പം എൻ്റെതാ. കാരണം ഞാൻ ഏത് പാട്ടാണ് പാടുന്നത് അതുങ്ങൾക്ക് അറിയാമല്ല. നിങ്ങൾ പക്കം പിടിച്ചു വരുമ്പോൾ നമ്മൾ നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. പണ്ട് പീറ്റർ അച്ഛൻ പാടിയൊരു പാട്ടുണ്ടല്ലോ, എടുത്ത് പാടിക്കോണേ. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. പിളർന്നതാ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാ പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ നിന്നിൽ ചാടിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാ. അതെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. അന്ന് രാത്രി യാക്കോബിനോട് ദൈവം ഈ കാര്യമാണ് തന്റെ മകനോട് പറയുന്നത്. 48 ഓടിച്ചാ വിടാ. ഞാൻ എബ്രഹീമിനെ പറ്റി പറഞ്ഞപ്പോ ഒരു മുഖവര പറയുന്നതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ ചപ്പനാകുന്ന പുത്രനാകുന്ന യോസേപ്പിനോട് പറഞ്ഞു, മോനെ ആട്ടെ, നമ്മൾ തമ്മിൽ ഒന്ന് കണ്ടല്ലോ, ഞാൻ മിസ്രയീമിൽ ഇന്നലെ ഞാൻ കൃത്യത്തിനാണ് നിർത്തിയത്. ഇന്നലെ വരണമായിരുന്നു. കൃത്യത്തിനാണ് ഞാൻ നിർത്തിയത് ഇന്നലെ. അവിടെ ചില കാര്യം പറയാനുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബ് പറയുക, മോനെ, സർവശക്തിയുള്ള ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഈ മിസ്രയീമിൽ വരുന്നതിന് മുമ്പ് നിനക്ക് 2 പിള്ളേര് ജനിച്ചെന്ന് ഞാൻ കേട്ടു. ആ കൊച്ചുങ്ങളെ 2 പേരെ ഇഞ്ഞു കൊണ്ടുപോവാ. രൂപയനും ശിമിയോനും എന്നതുപോലെ ആ കുഞ്ഞുങ്ങൾ 2 എനിക്കുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണടന്നതിന് മുന്നേ കാര്യം പറഞ്ഞ് ഈ കൊച്ചുങ്ങളെ 2 ഈ ഗോത്രത്തിലോട്ട് ഞാൻ പേര് ചേർത്ത് കയറ്റാൻ പോവാ. ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് അപ്പനൊരു സാക്ഷ്യം പറഞ്ഞു. ആരാ? യാക്കോബ് ഒരു സാക്ഷ്യം. അത് ഇപ്പോഴത്തെ പത്രഭാഷയല്ല, എന്നാൽ ഇപ്പൊ പത്രത്തിൽ ആ ഭാഷ വരുന്നുകൊണ്ട്, എന്നാൽ കോട്ടയം ഭാഷ അല്ല, എന്നാൽ ഇപ്പൊ അത് വരുന്നുണ്ട്. പിള്ളേരുടെ ഭാഷ പറഞ്ഞ അപ്പനൊരു കിടിലൻ സാക്ഷ്യം പറഞ്ഞു.
യാക്കോബ് ഒരു കിടിലൻ സാക്ഷ്യം. 11 വാക്യം വായിച്ചേ, 48:11. അപ്പച്ചന്റെ കിടിലൻ സാക്ഷ്യം വായിച്ചേ. ഇസ്രായേൽ യോസഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. യാക്കോബ് തന്റെ മകനാകുന്ന യോസേപ്പിനോട് പറയാം, അല്ലയോ മകനെ യോസേപ്പേ, നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നീ നശിച്ചു പോകുന്നു, നീ മുടിഞ്ഞു പോകുന്നു, നീ തകർന്നു പോകുന്നു, നീ ഇനി ആമ രക്ഷപ്പെടുകയില്ലെന്നും വരത്തില്ലെന്നും, നിന്നെ ഒരു കാട്ടുമൃഗം, ഒരു വന്യമൃഗം അവൻ കടിച്ചു കീറി നിന്നെ കൊന്നെന്ന് ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് സംഘം ചേർന്ന് പച്ചം പിടിച്ച് അവൻ എന്റെ അടുക്ക വന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. അപ്പച്ചാ യോസേപ്പിന് എഴുന്നേക്കത്തില്ല, യോസേപ്പ് വരത്തില്ല, യോസേപ്പിനെ പ്രതീക്ഷിക്കണ്ട, യോസേപ്പിന് കാണത്തില്ല. വേണ്ട, ഈ തുണി കണ്ടോ, അപ്പച്ചൻ കൊടുത്ത തുണി, ഇതിൽ കിടന്ന ചോരയെല്ലാം കണ്ടോ, തെളിവ്. തെളിവ് ഇതാ അപ്പച്ചാ തെളിവ്. ഇന്നത്തെ പരിശോധനാ മാർഗം ഒന്നും അന്നില്ലല്ലോ. ചുമന്ന ഇത് കണ്ടപ്പോ അപ്പനോർത്ത് യോസേപ്പിന്റെ ചോരയാന്ന്. ഇന്നത്തെ പരിശോധനയായിരുന്നു അറിഞ്ഞേനം. യോസേപ്പിന്റെ ചോരയാന്നും പറഞ്ഞ് അപ്പനെ തുണിയെല്ലാം കൂടെ നോക്കിയപ്പോ തുണിയില് ഉമ്മയും വെച്ച് ഉമ്മാൻ അത്രയും ഒപ്പിച്ചു വെച്ചത്. സ്തോത്രം. ഇനി യോസേപ്പ് ഇല്ലെന്ന്. സ്തോത്രം. ഇനി അതിന് മറുവശമുണ്ട്. അപ്പനെ ഇത് ഒപ്പിക്കാൻ അപ്പന് അത്ര കുറഞ്ഞ ആളെന്നും യോടി എൻ്റെ പൊന്നച്ചോ. ഈ നിങ്ങൾ ആ പുസ്തകം പഠിക്കുമ്പോൾ അറിയാം, ഈ യോസേപ്പിന്റെ അങ്കി, അപ്പം കൊടുത്ത അങ്കിയില് ഇവര് ചോര പെരട്ടി. എന്തോ ചോരയാ? നന്നായിട്ട് പറയണം. നന്നായിട്ട് പറയാമെങ്കിൽ ഒരു സമ്മാനമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, കോലാട്ടിൻകുട്ടിയെ കണ്ടിച്ച് അതിന്റെ ചോര. അതിനായി സൂക്ഷി കോലാട്ടിൻകുട്ടിയെ കണ്ടിക്കാൻ കാര്യം, ഈ അപ്പൻ പണ്ട് 2 കോലാട്ടിൻകുട്ടിയെ കണ്ടിച്ച് ആ ഫാൻസി ഡ്രസ് നടത്തിയത്. അപ്പൻ 2 കോലാട്ടിൻകുട്ടിയെ കണ്ടിച്ചപ്പോൾ കൊച്ചുങ്ങളെല്ലാം കൂടെ ഒരെണ്ണത്തിനെ കണ്ടിച്ചു. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളു. അതിലെ ഈ ചോര തുണിയെ പെരട്ടി അപ്പൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം വിശ്വസിച്ചു, അയ്യോടി എൻ്റെ കൊച്ചൻ ചത്തുപോയി, ഇനിയിപ്പം രക്ഷയില്ല. പുള്ളി പറഞ്ഞ എൻ്റെ നരക ദുഃഖത്തോടെ. അപ്പം 100 വർഷം കഴിഞ്ഞ്, സ്തോത്രം, ഈ സംഭവം യാക്കോബ് യോസേപ്പിനോട് പറയാം, മോനെ, സർവശക്തിയുള്ള ദൈവം എന്നെ അനുഗ്രഹിച്ചു, നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. നീ ഇങ്ങനെ വരുമെന്നോ, നിന്നെ ഇങ്ങനെ കാണുമെന്നോ, നീ എൻ്റെ മുമ്പിൽ നിൽക്കുമെന്നോ, സ്തോത്രം, നീ ഇങ്ങനെ ആരാധിക്കുമെന്നോ, പ്രാർത്ഥിക്കുമെന്നോ, ശുശ്രൂഷിക്കുമെന്നോ, ഈ നിലയിൽ വരുമെന്ന് ഞാൻ ഈ ഭാഗത്തൊക്കെ നിന്ന് എനിക്ക് കുറച്ച് കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങ് അടങ്ങുക. സ്തോത്രം. യാക്കോബ് അങ്ങനെ ചിന്തിച്ചതാ, നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. സ്തോത്രം. ഞാൻ ഇടയ്ക്ക് കയറി എൻ്റെ അനുഭവത്തിൽ നിന്നും ചില കാര്യങ്ങൾ പറയുന്നത് സന്ദർഭോചിതമായിട്ട് നല്ലതാ. അടുത്ത കാലത്ത്, ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ് ഒരു ഉപദേശിച്ച് പറഞ്ഞു, ഇനിയും പുള്ളി, സ്തോത്രം, പക്ഷെ ദൈവം വിശ്വസ്തൻ. അതാ ഇവിടെ പറഞ്ഞത്, നിന്റെ മുഖം കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. അടുത്ത വാക്യം, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ, എന്നാൽ നിന്റെ സന്തതിയും കൂടെ കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തി. ഈ സാക്ഷ്യം പറയാൻ കഴിവുള്ള അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. അവൻ പുറകോട്ടൊന്ന് നോക്കിക്കേ, പുറകോട്ട് ചിന്തിച്ച്, അവൻ ഇന്ന് രാത്രി ഇവിടെ ആയുസോടിരിക്കുമെന്ന് നീ ചിന്തിച്ചതല്ല. മാറാരോഗം നിന്നെ പിടികൂടിയ രംഗമുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട പല വ്യക്തികളുണ്ട്. അവൻ മരണത്തെ മുഖാമുഖമായി കണ്ടവരുണ്ട്. അവൻ ഡോക്ടർമാര് വിധി എഴുതിയതാ, ഇനി അധിക നാൾ ആയുസില്ല. പക്ഷേ സർവജ്ഞനായ ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, ഉദ്ധരിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, സമാധാനം തരുന്ന ദൈവം, ആശ്വാസം തരുന്ന ദൈവം ഇന്ന് രാത്രിയും ആയുസോട് ഇരിക്കുവാൻ ദൈവം ചെയ്ത കൃപയോർത്ത് കയ്യും കെട്ടി വായും പൂട്ടി മസിൽ പിടിച്ചിരിക്കാറ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ.
യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ സാക്ഷികൾ നമ്മെ ഓർത്തവൻ അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാത്രി സഹോദര, സ്നേഹിത, മാതാവേ, പിതാവേ, ആക്കമുണ്ടെങ്കിൽ കയ്യും കെട്ടി വായും പൂട്ടി മസിലി പിടിച്ച് മൗനമായിട്ടിരിക്കാതെ ഇന്ന് രാത്രി ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ ശബ്ദം ഉയർത്തി എന്റെ ദൈവത്തോട് അവൻ ഉറക്ക വിളിക്ക്, അടങ്ങിയിരിക്കരുത്. കാകളം പോലെ ശബ്ദമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ഹല്ലേലൂയ. യാക്കോബ് പറയാ, നിന്റെ മുഖം കാണുമെന്ന പോലെ കരുതിയതല്ല, പക്ഷെ എന്റെ ദൈവം അത്ര വിശ്വസ്തൻ. നിന്നെ മാത്രമാണോ, നിന്റെ സന്തതിയും കൂടെ കാണുവാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ എപ്പോഴും ദൈവദാസന്മാരോടൊക്കെ പറയും, മക്കളെ കാണുന്നത് ഒരു ഭാഗ്യമാ, സ്തോത്രം ചെയ്തോണം. കൊച്ചുമക്കളെ കാണുന്ന കുറച്ചുകൂടെ ഭാഗ്യമാ. എന്റെ അഭിപ്രായം പറയാം, മക്കളുള്ളവര് സ്തോത്രം പറയുന്നതിലും ഏറെ സ്തോത്രം കൊച്ചുമക്കളുള്ളവർ പറയണം. പിന്നെ കൊച്ചുമക്കളൊക്കെ ഉള്ളതൊരു വലിയ ഭാഗ്യമല്ലേ. അപ്പച്ചൻ്റെ ചെവി പിടിച്ച് കൊച്ചൻ ഞാലുകയും മുടി പിടിച്ച് വലിക്കുകയും അപ്പച്ചൻ്റെ മീശയെ പിടിച്ച് വലിക്കുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. എൻ്റെ ഭാഷയെ ഭാഗ്യമൊന്നും പറയാതിരിക്കുന്നതാ. മക്കളെ കാണുന്നതും കൊച്ചുമക്കളെ കാണുന്ന ഒരു ഭാഗ്യമാണ്. യോസേപ്പിന്റെ മകനാകുന്ന മനശ്ശെയുടെ മകനാകുന്ന മാഗീരിന്റെ മക്കള് യോസേപ്പിന്റെ മടി വളർന്നെന്നാണ് അങ്ങനെ ആ പുസ്തകത്തിൽ വാക്യം. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ആരോട് പറയാൻ? ഭാഗ്യം, നല്ല ഭാഗ്യമാണ്. സ്തോത്രം. ഭയങ്കര സാക്ഷ്യമാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പിള്ളേരെ കൊണ്ടുവന്ന് യാക്കോബ് കൈ പണച്ചു വെച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ വലങ്കൈ എബ്രഹീമിന്റെ തലയിൽ വെച്ച് യോസേപ്പ് പിള്ളേരെ അനുഗ്രഹിച്ചു. ആ എബ്രഹീമിനെ പറ്റിയാണ് ഹോശിയ പ്രവചനത്തിൽ പ്രതിപാദ്യ വിഷയം. ഇനി ഓടിച്ചങ്ങ് പോകാം. ആ ഹോശിയ പ്രവചനത്തിലെ പ്രതിപാദ്യ വിഷയം എബ്രഹീം എന്ന ഗോത്രത്തെ പറ്റിയ 2:14 വിസ്തരിക്കുന്നില്ല, പറയുക, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമികൾ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഇന്ന് രാത്രി കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ പറയാ. അവൻ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. എവിടെ? മരുഭൂമികൾ കൊണ്ടുവന്ന് നിന്നോട് സംസാരിക്കും. ഇനി ഓടിച്ച് ചില കാര്യങ്ങൾ പറയാ. അവൻ ഇന്ന് രാത്രിയിൽ നമ്മൾ അല്പസമയം കൊണ്ട് ചിന്തിക്കാൻ പോകുന്ന വിഷയം മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്നാ. ആമ യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത് മരുഭൂമിയിൽ കൃപ കണ്ടെത്തി എന്നാ. വാളിന് തെറ്റിപ്പോയവരെ പറ്റി അടുത്ത വാക്യം പറയുക, അവര് മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ദൈവത്തിന്റെ മഹത്വം. എന്താണ് ഈ മരുഭൂമി? ഓടിച്ച് പറയാ. മരുഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പഠിക്കുക. എന്താണ് മരുഭൂമി? ഒറ്റ വാക്കി പറയാ, പുതിയ നിയമ ഉപദേശത്തോട് ചേർത്ത് പറയാ. മരുഭൂമി എന്ന് പറഞ്ഞാൽ ദൈവസഭയായിട്ടും ചിത്രീകരിക്കാം. കാരണം അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ, സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവൻ. അപ്പോൾ ഈ വാക്യവും കൂടെ ചേർത്ത് പഠിച്ചാൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഭയാണ്. ഇന്ന് രാത്രിയിലെ വിഷയമെന്ന ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന. ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മരുഭൂമിക്കൂടി യാത്ര ചെയ്താൽ ഈ യാത്ര ആനന്ദത്തിന്റെ യാത്രയാ. ഒന്നും അറിയാൻ മേലാണെന്ന് ഈ യാത്ര ചെയ്യും വല്ലതും എന്തെങ്കിലും സംഭവിച്ചാൽ തകർന്നും പോകും. പണ്ടൊരു യോഗത്തിന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ 2 അപ്പച്ചന്മാര് സംസാരിക്കുക. പ്രായമുള്ള അപ്പന്മാരാ, രണ്ടും പ്രായമുള്ളവരും. ഒരാള് പഴയ വിശ്വാസി, ഒരാൾ പുതുതായിട്ട് വന്നതാ. അപ്പൊ പുതുതായിട്ട് വന്നയാള് പഴയ ആളിനോട് പറയാ, ചാക്കോച്ച പെന്തിക്കോസ് വന്നപ്പോഴാ ഇത് ഉണ്ടെന്നറിഞ്ഞ്. എന്നതാണെന്നറിയാൻ മേലെ എന്തോ വിഷയമാണ്. അപ്പൊ പഴയ ആളിനോട് പുതിയ ആള് പറയാ, ചാക്കോച്ച പെന്തിക്കോസ് വന്നപ്പോഴാ ഇത് ഉണ്ടെന്ന് അറിഞ്ഞ്. അപ്പൊ പഴയ വിശ്വാസി ഒരു ഊറിയ ചിരിച്ചേച്ച് പുതിയ വിശ്വാസി പറഞ്ഞു, കീവറീച്ച ഇതെല്ലാം ഉണ്ടെന്നറിഞ്ഞുകൊണ്ടാ ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ ആളിന് എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഏതോ വിഷയം വന്നപ്പം ആ മനുഷ്യൻ ആകെ തളർന്നു. എന്നാൽ പഴയ ആളിനറിയാം ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട്. ആ ഉള്ള ഏതോ ഒരു വിഷയം വന്നപ്പോൾ പുള്ളി ചഞ്ചലിച്ചില്ല. പുള്ളി പറഞ്ഞ്, കീവറീച്ച ഇതെല്ലാം ഉണ്ടെന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. നമുക്ക് ആ വിഷയം പെട്ട ആശയം ഇതാ, ഈ മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്നറിഞ്ഞിട്ട് നീ യാത്ര ചെയ്താൽ ഈ യാത്രയിൽ നീ ക്ഷീണിക്കത്തില്ല, ഈ യാത്രയിൽ നീ തളർന്നു പോകത്തില്ല, പിന്മാറത്തില്ല, പതറത്തില്ല, ചഞ്ചലിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കമ്പിവാചകം പോലെ നമുക്ക് ചിന്തിക്കാം മരുഭൂമിയിൽ എന്തുണ്ടെന്ന്. ഞാൻ വാക്യങ്ങൾ ആദ്യം പറയാം.
എടുത്തു വെച്ചേച്ച് അല്ലെ താള് മറിച്ച് വരുമ്പോൾ സമയം പോകുമല്ലോ. ഞാൻ ആദ്യം വാക്യം പറയാം, അത് എടുത്തു വെച്ച് ക്രമത്താലെ വായിക്കണം. ഒക്കുന്നിടത്തോളം നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ ബാക്കി പിന്നീട് ഒരു അവസരമാകട്ടെ. മരുഭൂമിയിൽ എന്തുണ്ട്, അതാ നമ്മുടെ വിഷയം. ഉൽപ്പത്തി പുസ്തകം 21:14 വായിക്കണം. പിന്നെ അതിൻ്റെ 19, പുറപ്പാട് 3:1-2, പുറപ്പാട് 5:1-2, പിന്നെ പുറപ്പാട് 15:22 മുതൽ 27 വരെ വായിക്കണം. പിന്നെ പുറപ്പാട് 16:31, പിന്നെ മത്തായി 4:1, 3:1, മർക്കോസ് 1:2, 3, 29 സങ്കീർത്തനം 8-9 വാക്യം. ബാക്കി ഞാൻ പിന്നെ പറയാം. ആദ്യം ഉൽപ്പത്തി 21:14 വായിച്ചേ. ഇന്ന് രാത്രിയിലെ വിഷയം മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്നാ. ഉൽപ്പത്തി 21:14 പെട്ടെന്ന് വായിച്ചാട്ടെ. പെട്ടെന്ന് 21:14. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാന്റെ തോളിൽ വെച്ച് കുട്ടിയാൻ കൊടുത്തവളെ അയച്ചു. അടുത്ത വാക്യം, അവൾ പുറപ്പെട്ട് ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, ബേർശേബ മരുഭൂമിയിൽ തന്റെ തലമുറയാകുന്ന ഇശ്മയേലിന്റെ കൈക്ക് പിടിച്ച് ഭാരത്തോടെ യാത്ര ചെയ്യുന്ന ഒരു സഹോദരി. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നുള്ളതാ. എന്താ മരുഭൂമി? അത് ദൈവസഭ. ഏതാ സഭ? അത് സത്യസഭ. ഏതാ സത്യസഭ? അത് ഇന്നലെ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചു. ഓരോ സഭക്കാരും പറയുന്നത് ശരിയായ സഭ അവരുടെ സഭയാണ്. നമ്മളെല്ലാവരും അങ്ങനെ അവനോൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയാണ് ശരിയായ സഭ. കത്തോലിക്കരായ സഹോദരന്മാർ പറഞ്ഞ ശരിയായ സഭ കത്തോലിക്ക സഭ, തിരുസഭ എന്നാ പറയുന്നത്. കത്തോലിക്കലൊന്നും പറയാല്ല, തിരുസഭ. അവര് പറയുന്നത് ശരിയായ സഭ തിരുസഭ, കത്തോലിക്ക സഭ. നമ്മൾ പെന്തിക്കോസ്താ ശരിയായ സഭയെന്ന് പറഞ്ഞാൽ പാങ്ങിനാണ് നല്ല ബോർഡ് കിട്ടും. അവർ വേറെ ആരെയും അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് പോപ്പിന്റെ അധീനതയിൽ ലോകമെമ്പാടും വിശ്രുതമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ബൃഹത്തായ സ്ഥാപന ജംഗമ വസ്തുക്കൾ എണ്ണമെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്ന സഭ ശരിയായ സഭ കത്തോലിക്ക സഭയാണെന്ന് അവർ പറയുന്നത്. അപ്പൊ അവരെ കണ്ണിച്ചുകൊണ്ട് ഓർത്തഡോക്സ് യാക്കോബ വിഭാഗങ്ങളൊക്കെ തർക്കമുണ്ടെങ്കിലും അവർ പറയുന്ന പാരമ്പര്യ സഭ അവരെ അന്ത്യോക്യ സിംഹാസനം. പത്രോസിന് അന്ത്യോക്യയിൽ സിംഹാസനം ഉണ്ടായിരുന്നെന്നും ആ സിംഹാസനത്തിന് തുടർച്ചയാ. പത്രോസിനും പൗലോസിനും ഒന്നും കൊരണ്ടി പോലും ഇല്ലായിരുന്നു. പിന്നെ എന്നെ പൊട്ടത്തരവൊക്കെ വിളിച്ച് പറയുന്നത്. അന്ത്യോക്യ സിംഹാസനം. പത്രോസും പൗലോസും പറഞ്ഞേക്കുന്നത് ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉണ്മാനില്ലാതെയും സ്ഥിരവാസം കൂടാന്ന് പറഞ്ഞാൽ ഇരിക്കാൻ കസേരയും സ്വന്തമായ സ്ഥലം ഒന്നും. അന്നേരം പറയാം അന്ത്യോക്യ സിംഹാസനം ഉണ്ടായിരുന്നെന്ന്. ചുമ്മാ ഊളത്തരവെല്ലാം പറഞ്ഞു. ഇത് പേപ്പട്ടിയെ ഓടിക്കുമ്പോൾ ഇതുങ്ങളെ ഓടിച്ചോണ്ടിരുന്നത്. അന്നേരം എവിടെ സിംഹാസനം ഇട്ട്? അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ ഞങ്ങളുടെ സഭയാണ്. യാക്കോബ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ പറയുന്നത് പാരമ്പര്യ സഭ, അവരാ ശരിയായ സഭ എന്നാണ്. അപ്പൊ അവരെ കണ്ണിച്ചുകൊണ്ട് വേറെ ഒത്തിരി ആൾക്കാരുണ്ട്. അവിടെ കോട്ടയം സൈഡിലെ കോട്ടയം റാന്നി സൈഡിലൊക്കെ ഉണ്ട്. അവർ പറയുന്നത് ശരിയായ സഭ ഞങ്ങളുടെ കനാനായ സഭയാണ്. അത് സിറിയയിലെ ഉറഖായി എന്നവർ വന്നെന്ന കനായിത്തൊമ്മന്റെ നേതൃത്വത്തിൽ വള്ളത്തെ കപ്പലായിക്കോട്ടെ, കപ്പലിൽ 345 വന്നെന്ന അവർ സിറിയയിലെ ഉറഹായിൽ നിന്ന് എഡേസ തുറമുഖത്തിൽ നിന്ന് 7 ഇല്ലക്കാര് 70 കുടുംബക്കാര് കപ്പലെ വന്നെന്ന കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങി. അത് കേരളത്തിലെ ക്രൈസ്തവരെല്ലാം അതപ്പതിച്ച് കിടക്കായിരുന്നു. അവരെ എഴുന്നേൽപ്പിക്കാനും ഉണർത്താൻ അവരെ തോമാച്ചന്റെ നേതൃത്വത്തിൽ ഇവിടെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർക്ക് കല്യാണമൊക്കെ ഉണ്ട്. കല്യാണത്തിന് പാട്ടുമൊക്കെ അവർ പാടും. പഴയ പാട്ടാ. കപ്പൽ കയറി മലനാടു നോക്കി പുറപ്പെട്ടാറെ കൊടുങ്ങല്ലൂരങ്ങീത് വന്നിറങ്ങി 7-4 വെടിയും വെച്ച് വെടിവെച്ചു ഗോപുരം കപ്പൽ കയറി മലനാടു നോക്കി പുറപ്പെട്ടാറെ കൊടുങ്ങല്ലൂരങ്ങീത് വന്നിറങ്ങി 7-4 വെടിയും വെച്ച് വെടിവെച്ചു ഗോപുരം തന്നിൽ കയറി ശിപ്പായിമാരവർ വിളികൊള്ളുന്നു പള്ളിത്തണ്ടിന്മേൽ കൊടിയും കൂത്തി. പിന്നെ ഒത്തിരി ഉണ്ട്. വെട്ടത്ത് മന്നൻ കൂടെയുണ്ട്, മന്നൻ കിനാനമൻ കൂടെയുണ്ട്, ഉറഹാമാർ കൂടെയുണ്ട്, കശീഷായുണ്ട് എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ശരിയായ സഭ അവരുടെ സഭയാണ്. തൃശ്ശൂർ ഏറിയാലുണ്ട് കൽദായ സുറിയാനി സഭ. അവര് പറയുന്നത് ശരി. നിങ്ങൾ എന്നെ 3 പേരുടെ വർത്താനം പറഞ്ഞു. ഏത്? അത് നല്ല കാര്യമാണ്.
ഞാനോടത്ത് ഞാൻ പാടിയത് തെറ്റിയെന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, അവര് പറഞ്ഞ ശരിയായ സഭ ആ സഭയാണ്. അപ്പൊ ഇവരെ കണ്ണിച്ചുകൊണ്ടാണ് മാർത്തോമക്കാര് വന്നിരിക്കുന്നത്. അവര് പറഞ്ഞ ശരിയായ സഭ മാർത്തോമ, തോമാശ്ലീഹായുടെ പാരമ്പര്യം അവകാശപ്പെട്ട 52 തോമാച്ചൻ കൊടുങ്ങല്ലൂരം കണ്ട് വന്നെന്ന 4 ബ്രാഹ്മണ കുടുംബത്തെ മുക്കി പോലും കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമറ്റം, എല്ലായിടത്തും പകലോമറ്റംകാരുണ്ട്. കള്ളിക്കാരെ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആ പേരത്ര നല്ലതല്ല, കള്ളി. അപ്പൊ അവര് പറയുന്നത് മാർത്തോമ സഭയാ ശരിയായ സഭയെന്ന. ഏബ്രഹാം മൽപ്പാന്റെ ഒക്കെ കാലത്ത് ഉണർവുണ്ടായി. സ്തോത്രം പാലാക്കുന്നത്ത് പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ചേർന്ന് പടുത്തുയർത്തിയ സഭ. കല്ലിശ്ശേരി മാളികയൊക്കെ ഉണ്ടല്ലോ, കടവിൽ മാളിക, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് വിവരിക്കുന്നില്ല. അവര് പറഞ്ഞത് ശരിയായ സഭ മാർത്തോമ സഭയാണ്. അതിന് വാദഗതികളൊക്കെ ഉണ്ട്. ഇവരെ കണ്ണിച്ചുകൊണ്ട് ഇവാഞ്ചലിക്കാര്, അതിൽ നിന്ന് പോന്ന ആൾക്കാരാ. അവര് പറഞ്ഞത് ശരിയായ സഭ ഇവാഞ്ചലിക്കലാണ്. അപ്പൊ ഇതിനൊക്കെ പ്രധാനപ്പെട്ട സഭയാ CMS, പണ്ട് CMS, ഇപ്പൊ CSI, ആംഗ്ലിക്കൻ സഭകള്. അവര് പറഞ്ഞത് ശരിയായ സഭ അവരുടെ സഭയാണെന്ന്. അപ്പൊ അവരെ കണ്ണിച്ചുകൊണ്ട് സാൽവേഷൻ ആർമി, സൂപ്പ് സാൽവേഷൻ എന്ന ഒരു ചിന്ത. അവര് പറഞ്ഞത് ശരിയായ സഭ സാൽവേഷൻ ആർമി, രക്ഷാ സൈന്യം. വില്യം ബൂത്ത് നേതൃത്വം കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട സഭ. അവര് പറഞ്ഞത് ശരിയായ സഭ സാൽവേഷൻ ആർമി. ഇവരെ എല്ലാം കണ്ണിച്ചുകൊണ്ടാണ് ബ്രദറുകാർ രംഗത്ത് വന്നത്. നോയൽ സാഹിബും നാഗൽ സാഹിബിന്റെ ഒക്കെ കാലത്ത് അവർ പറഞ്ഞത് ബാസൽ മിഷൻകാരിടയ്ക്കുണ്ട്, തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ. അവർ പറഞ്ഞത് ശരിയായ സഭ ഇതാണെന്നാ. അപ്പോൾ ഈ ബ്രദറുകാർ പറയുന്നത് ഇതൊന്നും സഭയല്ല, ശരിയായ സഭ സഹോദര സഭ. അതാണ് അവർ പറയുന്നത്. ഒരു വാക്യം എടുത്താൽ 8 കീറി, ആ കീറിയ 1 എടുത്ത് പിന്നെ 4 കീറി, 4 കീറിയതിനെ 1 എടുത്ത് 7 കീറി, 7 കീറിയതിന്റെ ഒരു ചരടെടുത്ത് 3 മലത്തി. അപ്പൊ അവര് പറയുന്നത് അങ്ങനെ അവര് തെളിയിച്ചു കളയും. പ്രഗത്ഭന്മാർ ഒത്തിരി ഉണ്ട്. സൈമൺ സാറ്, വേറെ പണ്ഡിതനായിരുന്ന YS സാറ്, പിന്നെ അടുത്ത കാലത്ത് മൺമറഞ്ഞ MM സക്കറിയ സാറ്, അങ്ങനെയുള്ള പ്രഗത്ഭരായ ധാരാളം ആൾക്കാർ അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അപ്പൊ അവര് പറയുന്നത് ശരിയായ സഭ ബ്രദറൻ സഭയാണെന്ന്. ഇവരെ എല്ലാം കണ്ണിച്ചോണ്ട പെന്തിക്കോസുകാർ രംഗത്ത് വന്ന് പറയുന്നത് ഇതൊന്നും ശരിയായ സഭയല്ല, ശരിയായ സഭ പെന്തിക്കോസാന്നാ പറയുന്നത്. ഞങ്ങൾ പാരമ്പര്യമുള്ളത് ഞങ്ങൾക്ക് അപ്പോസ്തലപ്രവൃത്തി 2 തുടങ്ങിയത്. പിന്നെ ഇടക്കാലം നമ്മൾ ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഒരു 125 കൊല്ലം മുമ്പ് കൊട്ടാരക്കര തായ്പ് വന്ന് ആരോട് പറയാൻ. അപ്പോൾ പെന്തിക്കോസുകാർ പറഞ്ഞത് ശരിയായ സഭ പെന്തിക്കോസാണ്. ഇനി പെന്തിക്കോസ് തന്നെ പല വകുപ്പുകളുണ്ട്. അത് ഈ സൈഡിലും ഒക്കെ ഉണ്ട്. അവർ പറഞ്ഞത് ശരിയായ സഭ ഇതൊന്നുമല്ല, ഞങ്ങളുടെതാ. വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ അപ്പൊ ഓരോ സഭക്കാരും ഓരോ സംഘടനക്കാരും അവരെ ഉൾപ്പെട്ട് നിൽക്കുന്നതാണ് ശരിയായ സഭ എന്ന. എന്നാൽ വിശുദ്ധ ബൈബിൾ എന്തോ പറയുന്നു, വായിപ്പിക്കാൻ നേരമല്ല. നിങ്ങൾക്കറിയാം ഏതാ സഭ, ഏതാ സത്യസഭ. ഒറ്റ വാക്കി പറയുക, ബിൽഡിംഗ് അല്ല സഭ. ബോർഡ് ലൈറ്റ് ഒക്കെ ഇണക്കി 80 പോകുമ്പോൾ പെട്ടെന്ന് കാണുന്ന അതല്ല സഭ. സഭ ഏതാന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ. ആ സഭയെ ചേർക്കാനാണ് യേശു വരുന്നത്. ആ സഭയാണ് മരുഭൂമിയിലെ സഭ. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചിന്തിക്കുക, ഈ മരുഭൂമിയിൽ എന്തൊക്കെയുണ്ട്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി 21:14 ഓടിച്ചു പറയാ, അവൻ അബ്രഹാം അധികാലത്തെഴുന്നേറ്റ് ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെ കൊടുത്ത് അവളെ അയച്ചവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉടനെ നടന്നു. ഇന്ന് രാത്രി നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ട്? മരുഭൂമി സഭയാ. എന്തുണ്ട് ഇവിടെ? ഇതാ ബേർശേബ മരുഭൂമിയിൽ തന്റെ തലമുറയാകുന്ന ഇശ്മായിലിന്റെ കൈക്ക് പിടിച്ച് വേദനയോടെ അലഞ്ഞ് ഉടനെ നടക്കുന്ന ഒരു സഹോദരി. സാഹചര്യം പഠിച്ചാൽ ഹാഗാർ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടവളല്ല. അബ്രഹാമിന്റെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചവളാ ഹാഗാർ. പക്ഷേ അബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിമാര് തമ്മിൽ പ്രശ്നമായി, പിള്ളേര് തമ്മിൽ കൊണ്ട് യുദ്ധം, ഈ പെണ്ണുങ്ങൾ തമ്മിൽ പ്രശ്നമായി. ഒടുവിൽ അബ്രഹാം ധർമ്മസങ്കടത്തിലായി. ദൈവം തമ്പുരാൻ ഒടുവിൽ അബ്രഹാമിനെ വിളിച്ച് പറഞ്ഞു, ഈ ഹാഗറിനെയും പൈതലിനെയും വീടിനെ വെളിയിലാക്കണം. ഇനി ഒക്കത്തില്ല. വാഗ്ദത്ത സന്തതിയും ജഡീക സന്തതിയും ഒന്നിച്ച് പാർത്താൽ പ്രശ്നമാണ്. ആവർത്തനത്തിൽ വാക്യമുണ്ട്, കാളയെയും കഴുതയെയും ഒന്നിച്ച് പൂട്ടി ഒടരുത്. ഒരു വശത്ത് ഒരു നുഖത്തിന്റെ ഒരു വശത്തെ കാള, ഒരു വശത്തെ കഴുത, രണ്ടും 2 ടൈപ്പാ. കാള യാഗമൃഗമാ, കഴുത ശാപമൃഗമാ. യാഗമൃഗത്തെയും ശാപമൃഗത്തെയും ഒന്നിച്ചു കൊണ്ടുപോയ പ്രശ്നമാ. അത് സഭയാന്നേലും വീടാന്നേലും നാടാന്നേലും.
അതുകൊണ്ട് പറ്റത്തില്ല. അബ്രഹാം ധർമ്മസങ്കടത്തിലായി. അബ്രഹാമിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചവൾ ഹാഗാർ. പക്ഷെ ഇപ്പൊ ഇതാ ഹാഗാറിനെയും പൈതനെയും വെളിവിടുകയാ. അപ്പോൾ അബ്രഹാം അധികാരത്ത് എഴുന്നേറ്റ് വായിച്ചല്ലോ, ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയാകുന്ന ഇശ്മയേലിനെയും കൊടുത്തയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉടനെ നടന്നു. നമ്മുടെ വിഷയം മരുഭൂമിയിൽ എന്തുണ്ടെന്നാ ശ്രദ്ധിക്കുക. ബേർഷേബ മരുഭൂമിയാ. അബ്രഹാം കൊടുത്ത വെള്ളം തീർന്നു, അപ്പക്കഷണങ്ങൾ തീർന്നു. മരുഭൂമി യാത്ര ചെയ്യാൻ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, ഉഷ്ണക്കാറ്റുകൾ, ചൂടേറിയ രംഗങ്ങൾ. ഈ സഹോദരി വളരെ ഭാരപ്പെട്ടു. അപ്പം തീർന്നു, വെള്ളം തീർന്നു. ഒടുവിൽ തന്റെ പ്രതീക്ഷയാകുന്ന കുട്ടി ഇശ്മായേൽ മരണവെപ്രാളം കാണിക്കുന്നു. ഇതിന്റെ നടുവിൽ ഇവൾ ഭാരപ്പെട്ടപ്പോൾ അവൾ ആ കുട്ടിയുടെ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ കുട്ടിയോ രമ്പുംപാട് ദൂരത്ത് കുറുങ്കാട്ടിൽ മാറ്റിക്കിട്ട് മാറി മരുഭൂമിയിൽ ഹാഗാർ ദൈവത്തോട് നിലവിളിച്ചു. മരുഭൂമിയിൽ കരകുന്ന ഒരു പെറ്റതല്ല, മരുഭൂമിയിൽ കരകുന്ന ഒരു മാതാവ്. ഹാഗറിനോട് ചോദിക്കാം, നീ കരയാനുള്ള വിഷയം എന്താ? അവള് ഇങ്ങനെ വേണേ പറയും, ആമേ, ഞാൻ കരയാനുള്ള വിഷയം ഭർത്താവില്ലാത്തതോ ഭവനമില്ലാത്തതോ സമ്പത്തില്ലാത്തതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം തലമുറകളുടെ വിടുതല. ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും തലമുറകളുടെ വിഷയങ്ങൾ ഓർത്ത് ഞരങ്ങുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നോട് ദൂര് പറയുകയാ. അത് വചനത്തിലൂടെ ദൂര് പറയുകയാ. ഈ തലമുറയെ ദൈവം തന്നതാണെങ്കിൽ അതിനെ ഉയർത്താൻ ദൈവം വിശ്വസ്തൻ. നിന്റെ തലമുറ അനുവദിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. വീരന്റെ കയ്യിലെ അസ്ത്രം. അങ്ങനെ ആ യൗവനത്തിലെ മക്കൾ അവയെ കൊണ്ട് തന്നെ യാവനാടിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. മരുഭൂമിയിൽ തലമുറയ്ക്ക് വേണ്ടി കരകുന്ന ഒരു സഹോദരി. അധികം വിവരിക്കുന്നില്ല. മരുഭൂമിയിൽ എന്തുണ്ട് അതാണല്ലോ നമ്മുടെ വിഷയം. മോനെ, അതിന്റെ 19 വാക്യം വായിച്ച 21:19 എന്തുണ്ട്? ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു. ദൈവം അവളുടെ കണ്ണ് തുറന്ന് അവൾ ഒരു നീരുറവ് കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ച് ഓടിച്ച് പറയാം. മരുഭൂമിയിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ആൻസർ ആയിട്ട് പറയട്ടെ. കരകുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, ഒന്ന്, ഈ മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൗരോഹിത്യവും അതെ നേരത്തെ ആചരിച്ച് അനുഷ്ഠിച്ച പലതും വിട്ട് സത്യദൈവത്തെ ഭജിക്കുവാൻ ഇറങ്ങിത്തിരിച്ച നിന്നോട് ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ദൂര് പറയുകയാ. നീ ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്, പതറരുത്. ഈ മരുഭൂമിയിൽ ഒന്ന്, ദൈവത്തിന്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ ദൈവത്തിന്റെ കരുതലുണ്ട്. ഞാൻ എപ്പോഴും പറയും, ദൈവം തപ്പുരാൻ സകലതും കരുതി ഒരുക്കി വെച്ചാ നമ്മളെ വിളിച്ചിറക്കിയത്. നിനക്ക് ഒരു കുഴപ്പവും വരികയല്ല. അതുകൊണ്ട് പെന്തിക്കോസ് വന്നെന്നോർത്ത് ഭാരപ്പെടുകയൊന്നും ചെയ്യരുത്. ഞാൻ പെന്തിക്കോസ് വന്നിട്ട് 32 കൊല്ലം കഴിഞ്ഞ് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് മണ്ടത്തരമായെന്ന്. ഇപ്പോഴും നിരാശയാ. നേരത്തെ വരാനൊക്കാഞ്ഞത് ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇത് അബദ്ധമായെന്ന്. അത് തന്നെയല്ലേ പെന്തിക്കോസുകാരനാന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നയാളാ. പെന്തിക്കോസി വന്നത് കൊണ്ടാണ് നന്മ വന്നത്. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ രക്ഷിക്കപ്പെട്ടു. പിന്നെ എന്റെ അനുഭവത്തിൽ അങ്ങ് പറയാ, ഈ മാർഗത്തിൽ വന്നതാ രക്ഷയായത്. സ്തോത്രം. ഈ മാർഗത്തിൽ വന്നതാ വിടുതൽ. നീ യേശുവിനെ അറിഞ്ഞതാ നിന്റെ വിടുതൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സാക്ഷ്യം പറയാ, ഞാൻ പെന്തിക്കോസുകാരനാന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നയാളാ. നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് വേണേ നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് മണ്ടത്തരമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമാണ്. ദൈവത്തിന് മഹത്വം. കാരണം കൂടെ പറയാ, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. സകലത് ഒരുക്കി കരുതി വെച്ചാൽ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. ചില ചോദിക്കുന്ന, പെന്തിക്കോസ് വന്ന എവിടെ അടക്കുന്നത്? നമ്മൾ ഉപദേശവും സാക്ഷ്യവും എല്ലാം പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ കൊട്ടും പാട്ടും പ്രാർത്ഥന എങ്ങാൻ കിട്ടാ. ക്ഷമതേരി ഉണ്ടോ? നീ എന്നെ യാഗം വരുവാന്നോ? എടാ, ഞാനൊരു കാര്യം പറയാം, ഇട്ടോണ്ട് അംഗീകരിച്ചാൽ മതി. കൊണപ്പെട്ടവനെ അടക്കാൻ ചെമിത്തേരിയും കല്ലറയും ഒന്നും ഇല്ലെങ്കിലും 5 സെന്റ് സ്ഥലം ഉണ്ടോ? നിന്റെ മുറ്റത്തൊരു കുഴിയെടുത്തിട്ട് അതിലടക്കിയാൽ നീ കൊണപ്പെട്ടവനെ കാകളം ധ്വനിക്കുമ്പോൾ പുത്തൻ ശരീരത്തോടെ അവിടെ നിന്ന് ഉയർത്തു വരും. കൊണപ്പെടാത്തവനെ കുമ്പനാട്ട് അടക്കിയാലെന്ന, മുളക്കുടയിൽ അടക്കിയാലെന്ന, പുനലൂര് കൊണ്ട് അടക്കിയാലെന്ന, പിന്നെ എവിടൊക്കെയാ പറഞ്ഞേ, ചിങ്ങവനത്ത് അടക്കിയാലെന്ന, തിരുവല്ലായി ടൗണിലെ അവിടെ അടക്കിയാൽ, കൊണപ്പെടാത്തവനെ എവിടെ അടക്കിയാലും കാകളം. 2ാം വരവിൽ, ആദ്യത്തെ വരവിൽ ഉയർക്കത്തില്ല. പിന്നെ ഒടുവിൽ വെളിപ്പാടിലുണ്ടല്ലോ, ഞാൻ വെള്ള സിംഹാസനം, അന്നേരം വരും.
കൊണപ്പെട്ടവനെ എവിടെ? ആദിമ നൂറ്റാണ്ടിൽ അടക്കിയ അപ്പോസ്തലന്മാർക്ക് നല്ല അടക്കം കിട്ടിയില്ലല്ലോ. അഗ്നിക്കരയായില്ലേ? വന്യമൃഗങ്ങൾക്കരയാക്കി ആരുണ്ടായിരുന്നു അടക്കാൻ? മെത്രാനുമില്ലായിരുന്നു, പോപ്പുമില്ലായിരുന്നു, ബിഷോപ്പുമില്ലായിരുന്നു, ഓവർസീറുമില്ലായിരുന്നു, സൂപ്രണ്ടുമില്ലായിരുന്നു, കുന്തവും ഇല്ലായിരുന്നു. എന്നെ കണ്ണു പൊത്തുന്നു, എന്നെ നോക്കി, എന്നെ പേടി എന്നെ. എനിക്കിനി ഒന്നും വരാനൊന്നുമില്ല. ഇത് കൂടെ പണ്ടൊരാൾ പറഞ്ഞു, തെങ്ങേന്ന് വീണ് തല പോയപ്പോൾ പെമ്പള വന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ ഇതിലും വലുത് ഏതാണ്ട് വരേണ്ടതാണ്. തല അപ്പുറം കിടന്ന് പിടക്കിയ ഇതിലും വലുത്, എനിക്കിനി എൻ്റെ മരുന്നൊന്നും വരാനല്ല. ഒറ്റ ഒരുത്തനെ നോക്കുന്നുമില്ല. സ്തോത്രം. നിനക്ക് താല്പര്യം ഉണ്ടായി വിളിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എടാ, കൊണപ്പെട്ടവനെ എവിടെ അടക്കിയാലും കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഉയർത്തു വരും പുത്തൻ ശരീരത്തോടെ. പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം. അപ്പോ അവൻ എവിടെ അടക്കും? നീ ഭാരപ്പെടണ്ട. എറണാകുളത്ത് നിങ്ങൾക്ക് ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം, വൈപ്പിൻകര, പുതുവൈപ്പിൻ, അവിടെ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു, പാപ്പു അപ്പച്ചൻ. നിങ്ങൾ ചരിത്രം ചോദിച്ചു നോക്ക്. പാപ്പു അപ്പച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ ഒറ്റയ്ക്ക് പെന്തിക്കോസി വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചപ്പോൾ അടക്കാൻ ആരുമില്ല, വീട്ടിലാരെയും കയറ്റിയില്ല. പെന്തിക്കോസുകാര് ഒരു കുഞ്ഞുങ്ങളൊക്കെ എന്നെ മുഴുവൻ ഇളകി. പാപ്പു അപ്പച്ചൻ ഈ വിശ്വാസത്തിൽ നിന്ന് പോയില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഡെഡ് ബോഡി എടുത്ത് കടത്തീരത്ത് കൊണ്ടുപോയി മണ്ണ് മാന്തി തന്നെ അടക്കി. പ്രാർത്ഥിച്ചതും പുള്ളു തന്നെ, സങ്കീർത്തനം വായിച്ചതും പുള്ളു തന്നെ, അവൻ കുടിച്ചിട്ടതും പുള്ളു തന്നെ, മണ്ണിട്ടിട്ടും പുള്ളു തന്നെ. പക്ഷേ നിങ്ങൾ ഇപ്പൊ ചെന്ന് തീരദേശത്ത് നോക്കിയ വൈപ്പിൻകര എത്ര സഭകളുണ്ട്, എത്ര വേർപെട്ട കൂട്ടങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ പിന്മാറരുതെന്ന് ധൈര്യത്തോടെ നിൽക്ക്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ സന്തതിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. സകലതും കരുതി ഒരുക്കി വെച്ചാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. ഞാൻ പെന്തിക്കോസ് വന്നപ്പോ ഞങ്ങളുടെ ഒരു ഉപ്പാപ്പൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾ പെന്തിക്കോസിലാണോ? ഞാൻ പറഞ്ഞു പെന്തിക്കോസ് മുടിഞ്ഞു പോകുകയുള്ളെന്ന്. എന്നെ നോക്കി പറഞ്ഞു, ചിരിച്ചേച്ചൊരു സ്തോത്രം പറഞ്ഞു. ഞാൻ അന്നും അങ്ങനെ ഇന്നും അങ്ങനെ എന്തേലും ഒക്കെ കേട്ടാ ഞാൻ അങ്ങ് സ്തോത്രം പറയുകയുള്ളു. വേറെ എന്നാ പറയാനാ? അതല്ലേ നല്ലത്, അതാ നല്ലത്. സ്തോത്രം പറയും, സ്തോത്രം പറയും. ഞാൻ അവനെ നോക്കി വെച്ച് സ്തോത്രം പറഞ്ഞു. എന്നെ പുള്ളി പറഞ്ഞ അതിന്റെ സൂത്രം. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ പുള്ളി തന്നെ ഒരിക്കലും എന്നെ കണ്ട പറഞ്ഞു, ഇയാളെ അങ്ങ് അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക പെന്തിക്കോസി. അന്നേരം ഞാൻ സ്തോത്രം പറഞ്ഞു. അന്നേരം പുള്ളി സൂത്രം ഒന്നും പറഞ്ഞില്ല. പക്ഷെ സങ്കടത്തോടെ പറയാം, അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇപ്പോഴും സങ്കടമാണ്. കാരണം കൂടെ പറയാം. പുള്ളിക്കൊക്കെ തോന്നുക ഇതിനകത്ത് വരാൻ, തോന്നി ഇരുന്നതേ ഉള്ളൂ, വന്നില്ല. ആള് പോയി. സങ്കടമാണ്. എന്നാൽ എൻ്റെ എളിയ അനുഭവം പറയാം, എനിക്ക് തോന്നിയപ്പോഴേ ഇതിനകത്ത് വന്നു. നീ തോന്നുമ്പോഴേ ഇതിനകത്ത് വന്നോണം. രക്ഷിക്കപ്പെടാൻ തോന്നുമെന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സ്നാനപ്പെടാൻ തോന്നുമ്പോഴേ നീ സ്നാനപ്പെട്ടോണം. ആത്മസ്നാനത്തിന് വാഞ്ചുകളപ്പോൾ ഇരുന്നോണം. ദൈവം നിന്നെ നിറയ്ക്കും. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ സമർപ്പണമുള്ളപ്പോൾ നീ ഇറങ്ങിക്കോണം. ഇടം വലം നോക്കരുത്. നിന്നെ പുലർത്തുവാൻ കരുതുവാൻ ദൈവമുണ്ടെന്ന്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അധികം വിവരിക്കുന്നില്ല. സകലതും കരുതി ഒരുക്കി വെച്ചാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. ഇന്ന് രാത്രി ഒന്ന് മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. ഓടിച്ചവസാനിപ്പിക്കുക. രണ്ട് ഇടയ്ക്കത്തെ എല്ലാം ഞാനങ്ങ് വിടുക. ആ പുറപ്പാട് പുസ്തകം 15:22 മുതൽ ഓടിച്ചങ്ങോട്ട് വായിച്ചേ, പെട്ടെന്ന് നിർത്താം. പുറപ്പാട് 15:22 മുതൽ അണ്ട കണ്ണിക തുടങ്ങുന്നത് മുതൽ അങ്ങോട്ട് വായിച്ചേ, 22 മുതൽ. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടന്ന് പ്രയാണം ചെയ്യുവാൻ ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല, കയ്പുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവനെ വരെ പരീക്ഷിച്ചു. അവിടെ വെച്ച് അവന് ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും വിധികളും
വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീം നിനക്ക് വരുത്തിയ യാതൊരു വ്യാധികളും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. 27-ാം വാക്യം, പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരിറവും 70 ഈന്തപ്പനയും. അവിടെ അവർ വെള്ളത്തിനരികെ പാളയമിറങ്ങി. ഞാനങ്ങ് പറഞ്ഞത് വായിക്കുമ്പോൾ അത്രയും സമയം കൂടെ പോകുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. പിണങ്ങരുത്, വേറൊരു വാക്യം തരാം. അല്ലെ പുള്ളി എന്തിക്കും വായിക്കാൻ പറഞ്ഞു വെച്ചാൽ അയാൾ തന്നെ പറയാം, എന്നാൽ അയാൾ തന്നെ എല്ലാം ചെയ്തോട്ടെ. അന്നല്ല, അടുത്തൊരു വാക്യം ഞാൻ തരാം. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന്, മരുഭൂമിയിൽ സർവശക്തനായ ദൈവത്തിന്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, നിന്റെ സന്തതിക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ സന്തതിയുടെ സന്താനങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ഒരു ദൈവം ഉണ്ടെന്ന് നീ ചഞ്ചലിക്കരുത്. നേതൃത്വം എന്തേലും പറഞ്ഞാൽ നീ ഭാരപ്പെടരുത്. ആമേൻ, സ്വന്തം നിന്നെ വിളിച്ചത് ദൈവമാണ്. സെന്റർ എന്തോ പറയുന്നത്, സെന്ററും കുണ്ടറും ഒക്കെ പോകാൻ പറ. എടാ, നിന്നെ വിളിച്ചത് ദൈവമാണ്. സഭാ കമ്മിറ്റി അവരോട് പോകാൻ പറ. കമ്മിറ്റി ഉമ്മറ്റി നിന്റെ കുന്തം. വിളിച്ചത് ദൈവമല്ലേ? വിളിച്ചത് ദൈവമല്ലേ? സ്തോത്രം. എന്നാ നിങ്ങളെല്ലാം പമ്മുന്ന പേടിക്കുന്ന എന്തിനാ? ദൈവത്തെ മഹത്വപ്പെടുത്ത്. സ്തോത്രം. നിന്നെ വിളിച്ചത് ദൈവമാണ്. നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. നിന്നെ ഒരു നാളും ദൈവം ഉപേക്ഷിക്കത്തില്ല. നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഓർക്ക്, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. ഹല്ലേലൂയ. കുമ്മനാടൊന്നും വിഷയമല്ല. മുളക്കൊടിയൊന്നും അതൊന്നും അല്ല വിഷയം. പുനലൂര് ഒന്നും അല്ല വിഷയം. അതൊക്കെ നല്ലതാ. അവരല്ലല്ലോ വേലയ്ക്ക് വിളിച്ചത്. കോട്ടയം ഡയോസിസ് ആണ് വേലയ്ക്ക് വിളിച്ചത്. അല്ല, സ്വർഗത്തിലെ ദൈവമല്ലേ? സ്തോത്രം. ബിഷപ്പല്ല വിഷയം, മെത്രാനല്ല വിഷയം. വിളിച്ചത് ദൈവമാണ്. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുക. ദൈവം നിന്നെ പുലർത്തും. നിന്റെ സന്തതിയെ ദൈവം പുലർത്തും. നീതിമാന്റെ സന്തതി അപ്പം വരക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ഭാരകം നിന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല. നിന്നെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതൽ. 2, ഓടിച്ചു പറയാ. ഇപ്പം വായിച്ച കണ്ണുക 15-ന്റെ 20 മുതൽ 27 വരെ പഠിക്കുമ്പോൾ എല്ലാം വിവരിക്കുന്നില്ല. 3-4 കാര്യം. 1, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതൽ. 2, മരുഭൂമിയിൽ മാറയെ മതിരിപ്പിക്കും. സ്തോത്രം. മാറയിലെത്തുകയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല. അത് കയ്പ. ജനമെല്ലാം കൂടെ പുറപ്പെടുത്തപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം മോശ വൃക്ഷം കാണിച്ചു കൊടുത്തു. ഈ വൃക്ഷം മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന വൃക്ഷം. അവനത് വെട്ടി അതിന്റെ കമ്പ് മാറയിൽ ഈ കയ്പിലോട്ട് എറിഞ്ഞപ്പോൾ വെള്ളം മധുരമുള്ളതായി. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഏത് വൃക്ഷത്തെയും പച്ചയ്ക്ക് പച്ചയെ വെട്ടിയാൽ അതിനൊരു കറ കാണും. അങ്ങനെയെങ്കിൽ മോശ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി ഈ കയ്പുള്ള മാറയിലേക്ക് ഇട്ടപ്പോൾ വൃക്ഷത്തിന്റെ കറ ഈ മാറയിലേക്ക് ലയിച്ചപ്പോൾ ആ മാറ മധുരിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവൻ ദൈവമക്കളോട് പറയാ, അവൻ നല്ല വൃക്ഷമാകുന്ന യേശു ക്രിസ്തുവാകുന്ന നല്ല വൃക്ഷത്തെ അവൻ സ്തോത്രം വെട്ടി. എവിടെ വെച്ച് വെട്ടി? ആദ്യത്തെ വെട്ട് ഗദസമനെ വെച്ച് വെട്ടി. പടയാളികളും ആമൻ സ്വന്തം സേവകന്മാരും മഹാപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ യൂദയുടെ ഒറ്റിക്കൊടുപ്പിനാൽ തീവട്ടിയും വാളും വടിയും പന്തങ്ങളുമായി ആമൻ തോട് കടന്ന് തോട്ടത്തിൽ വരികയാ. ആമൻ അവിടെ വെച്ചാണ് ആദ്യത്തെ വെട്ടുവെട്ടിയത്. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ അവിടുന്ന് പരിഹരിക്കുക, പാപം മുഴുവൻ വഹിക്കുക. അങ്ങനെ വഹിച്ചോണ്ടിരുന്നപ്പോൾ ആദ്യത്തെ വെട്ട് വനത്തിൽ അധികം വഹിച്ചതിനാൽ ഗത്ത സമന പൂവനത്തിൽ അധികം അതിവ്യതയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പത്. ഓ താതനിഷ്ടം നടപ്പത്. ഇന്ന് രാത്രി കേൾക്കണമേ, ആദ്യത്തെ വെട്ട് ഗദസമനെ. അവിടെ മുതൽ വെട്ടാൻ തുടങ്ങി. വെട്ടി 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 കണ്ടവനും വന്നവനും എല്ലാം കയറി വെട്ടുക. ചാട്ടവാറിന്റെ ഘോരമായ പ്രകരം. മാംസമെല്ലാം ഇരുന്ന് പറഞ്ഞിറങ്ങി. മുതക ഉടവജാല പോലെ നീളത്തിൽ കീറി. വന്നവനും നോക്കുന്നവനും വെറുതെ വന്നവൻ വരെ കയറി വെട്ടുക. കാർക്കിച്ചു തുപ്പി കന്നം തടിച്ചു. ആമ മുക്കിരീടം കൊണ്ട് അടിച്ചിറക്കി. ആമ ഇരുമ്പ് ചവട കൊണ്ട് മുഖത്തെ രോമമെല്ലാം പിടിത് വന്നവൻ 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 മുഴുവൻ വെട്ടുക.
നിർത്തുക. ഒടുവിലത്തെ വെട്ട് നടന്നത് ഒരു പടയാൾ കുന്തമെടുത്തൊരു കുത്ത്. രക്തവും വെള്ളവും ചാടിപ്പുറപ്പെട്ട് അങ്ങനെ കാൽവറിയിൽ ഈ നല്ല വൃക്ഷമാകുന്ന യേശു ക്രിസ്തുവിനെ വെട്ടിയിട്ടപ്പോ അവിടുത്തെ തായ്തടിയാകുന്ന ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ കറയാകുന്ന രക്തം നിന്റെ പ്രശ്നമാകുന്ന മാറയിലേക്ക് ലയിച്ചപ്പോ, അവിടുത്തെ പരിശുദ്ധ രക്തം നിന്റെ പ്രശ്നമാകുന്ന മാറയിലേക്ക് ലയിച്ചപ്പോൾ ആ മാറ മതിരിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. യേശുവിന്റെ രക്തത്തിൽ വിടുതലുണ്ട്. ഈ രക്തം പാപം മോചിക്കുന്ന രക്തം. ഈ രക്തം രോഗം സൗഖ്യമാക്കുന്ന രക്തം. ആ രക്തത്താൽ ജയമുണ്ട്. അവർ സാക്ഷ്യവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും ജയിച്ചു. ഇന്ന് രാത്രി നിനക്ക് ജയമുണ്ട്. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ട്. ആ രക്തം വിവരിക്കുന്നില്ല. ഈ മേറയിലേക്ക് ലഭിച്ചപ്പോൾ മാറ മതിരിച്ചു. മരുഭൂമിയിൽ എന്തുണ്ട്? 2 മാറയെ മതിരിപ്പിക്കും. ഇന്ന് രാത്രി കൈപ്പോടെ മനോവേദനയോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെടേണ്ട. മാറയെ മധുരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. 3, ഈ മരുഭൂമിക്ക് രോഗശാന്തിയുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പ്രൈസ് ദി ലോർഡ്. എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. 4, 27 വാക്യം എലീമി കൊണ്ടുവന്നു സമൃദ്ധി. സ്തോത്രം. നിന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തരാൻ ദൈവം വിശ്വസ്തനാണ്. 5, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം, അതിനെ നേരെ ഉള്ളൂ. 5, മരുഭൂമിയിൽ എന്തുണ്ട്? മരുഭൂമിയിൽ മന്നായുണ്ട്. ആ പുറപ്പാട് 16:31 വായിച്ച് ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിർത്തുക. ബാക്കിയോ എല്ലാം ഇനി പിന്നീട് എന്തെങ്കിലും ഒക്കെ അന്നേ പറയാം. ഇല്ല തന്നെ പോയി വായിരും. പുറപ്പാട് 16:31. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. ഇസ്രായേലിൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിച്ചേർത്ത ദോശയോടത്ത് രുചിയുള്ള. ശ്രദ്ധിക്കണേ, മരുഭൂമിയിൽ എന്തുണ്ട്? 1, ദൈവത്തിന്റെ കരുതലുണ്ട്. 2, മാറായുണ്ടതിന്റെ കൂടെ മധുരമുണ്ട്. 3, മരുഭൂമിയിൽ രോഗശാന്തിയുണ്ട്. 4, മരുഭൂമിയിൽ സമൃദ്ധിയുണ്ട്. 5, മരുഭൂമിയിൽ മന്നായുണ്ട്. അത് പറഞ്ഞ് ഇന്ന് അങ്ങ് നിർത്തുക. അതുകൊണ്ടാ പറഞ്ഞത് മരുഭൂമിയിൽ കൊണ്ടുവന്ന് നിന്നോട് സംസാരിക്കും. മരുഭൂമിയിൽ മന്നായുണ്ട്. എന്താ ഈ മന്ന? ഇസ്രായേൽ മക്കൾ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെ നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചി. തേൻ കൂട്ടിയ ദോശ. ഈ മന്ന അങ്ങോട്ട് പ്രാരംഭത്തിൽ ഭക്ഷിച്ചപ്പോൾ അതിന്റെ ടേസ്റ്റ് തേൻ ചേർത്ത ദോശ. ഞാൻ പറയാനുണ്ട്, ഈ പെന്തിക്കോസി വരുന്ന കാലത്തെ ടേസ്റ്റ് അങ്ങനെ. എല്ലാവരും വന്ന ടൈം ഒന്നോർത്തെ. പഴയ ആൾക്കാരൊക്കെ പഴയ ടൈം ഒന്നോർത്തെ. വന്ന സമയം അന്നത്തെ ആ പാട്ട്, പ്രാർത്ഥന, യോഗത്തിനുള്ള ഇരിപ്പ്, വരവ്, പോക്ക്, കൈയടി, വീശി അടിക്കുന്ന കയ്യെ. ഇപ്പൊ പിന്നെ അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുക. പണ്ട് നല്ല വീശിയ അവറാച്ചൻ ഇപ്പൊ ഇന്നാളൊരു തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. അതെ, വിവരിക്കും. പണ്ടൊക്കെ പെന്തിക്കോസുകാർ വഴി വെച്ച് കണ്ടോ ലൂയ അങ്ങനെ ഞങ്ങളുടെ ഒരു പിന്നെ ചെറുക്കൻ പറയാറുണ്ട്, അവൻ്റെ അമ്മ പ്രൈസലോട് പറയുന്നതിന് അവൻ പറഞ്ഞ ഞങ്ങളുടെ അമ്മയ്ക്ക് ഒത്തിരി ലോൺ ഉണ്ടെന്ന് പറഞ്ഞു. അതിനാടെ ലോൺ? പ്രൈസ് ലോൺ. ഞങ്ങളുടെ അമ്മയ്ക്ക് ഒത്തിരി ലോണാന്ന് പറഞ്ഞു മുഴുവൻ. പ്രൈസ് ലോൺ. അപ്പം പണ്ടൊക്കെ 2 പെന്തിക്കോസുകാർ കണ്ട ലൂയ, റോഡിനക്കരെയും റോഡിനിപ്പറയാണ് ലൂയ. ഇന്ന് കണ്ടാലോ? ഇന്ന് അങ്ങനല്ല. ഇന്ന് എല്ലാരും അങ്ങ് ചെറുതുരുത്തി നിന്ന് ഇറങ്ങി വന്നതാ. ചെറുതുരുത്തി തൃശ്ശൂരിനപ്പുറം കലാമണ്ഡലം, അവിടല്ലേ മുഴുവൻ ഇങ്ങനെ മുദ്ര. ഒരു കാര്യം പറയാ, ആ പണ്ടത്തെ തീക്ഷണതയൊക്കെ പോയി. പ്രാരംഭത്തിൽ തേൻ ചേർത്ത ദോശ. അന്നത്തെ പാട്ടുമൊക്കെ എന്തോന്നല്ല പാട്ടാ, എല്ലാം വിവരിക്കുന്നില്ല. തേൻ ചേർത്ത ദോശ. അല്ല, കൃപയിൽ വന്ന ഞാനൊരു കാര്യം പറയാ, ഈ മന്ന യേശു ക്രിസ്തുവിന് നടല. കാരണം പറയാ, ഈ മന്നയുടെ വിശേഷത മന്ന മുകളിൽ നിന്ന് വീണതാ. അങ്ങനെയാണെന്നുള്ള പുസ്തകത്തിലെ വാക്യം. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. ഈ മന്ന മുകളിൽ നിന്ന് വന്നതാ. മുകളിൽ നിന്ന് വന്ന ഒരുവനെയുള്ള നസറയനാകുന്ന യേശു
ബാക്കി സകല ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ട് പോകുകയും മേളിലോട്ട് പോകാനിരിക്കുമ്പോൾ മുകളിൽ നിന്നിറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്നു യേശു. അതാണ് മന്ന. മാത്രമല്ല ഈ മന്നയുടെ വിശേഷത ചെറുതാ. വലിയവനായ ദൈവം എന്നെയും നിങ്ങളെ രക്ഷിപ്പാൻ ചെറുതായി ഒരു കന്യകയുടെ ഉദരത്തിലുരുവായി. അതാ ചെറുത്. ഈ അണ്ടകടാകം, അന്തം വിട്ടുപോകുന്ന അണ്ടകടാകം, നക്ഷത്രങ്ങളൊക്കെ കോടിക്കണക്കിന് വാരി വെതറിയിട്ടില്ല, കൂട്ടിമുട്ടാതെ കൃത്യത്തിൽ നിന്ന് കറങ്ങുക. ഇവിടെ 2 വിശ്വാസി മുട്ടിയ അന്നേരം ഇടിയ. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ ദൈവം വാരി അങ്ങ് വെതറിയിട്ട് മഞ്ഞ് ഒന്നൊന്നിനോട് മുട്ടാതെ അങ്ങ് കൃത്യത. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകരെണ്ണിട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായ 60 കോടി. ഭൂവിലും മടങ്ങഴും ഭാഗവൻ ബൃഹസ്പതി. 8 ചന്ദ്രന്മാരോടും 12 ലക്ഷാധികം. അർക്കനൻ നേരിഷ്ടമം 5 ലക്ഷം കോടികൾ ദൂരവേ ചരിക്കുന്ന ഭൂഗോളം. ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ. ആകവേ 28,000 പരിണാകം. ഇതൊക്കെ ചിന്തിച്ച അസുഖം ഉണ്ടാകുമെന്ന്. അങ്ങനെയുള്ള അണ്ടകടാകം ഇതിനെ നിർമ്മിച്ച വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ചെറുതായി ഒരു കന്യകയുടെ ഉദരത്തിൽ. അതായി മന്ന, യേശുവിൻ്റെ ആ എളിമ. 3, ഈ മന്നയുടെ വിശേഷത. ഇത് ഞാൻ എപ്പോഴും പറയും, മന്ന ഉരുണ്ടിരിക്കുക. അതിനാ എവിടെ വെച്ച് നോക്കിയാലും മന്നയ്ക്ക് മൊനയില്ല. മന്നയ്ക്ക് മൊനയൊന്നുമില്ല. മേളിൽ നിന്ന് താഴോട്ട് നോക്കിയാലും മന്നയ്ക്ക് മൊനയില്ല. താഴെ നിന്ന് മേളിലോട്ട് നോക്കിയാലും മന്നയ്ക്ക് മൊനയില്ല. സൈഡിൽ നിന്ന് നോക്കിയാലും മന്നയ്ക്ക് മൊനയില്ല. ഉരുണ്ടതല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന, നിങ്ങളും കേട്ടുള്ള, പണ്ട് സായിപ്പ് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അമ്മച്ചി കൊഴുക്കട്ട കൊടുത്തു. അപ്പൊ സായിപ്പ് വിശന്നിരിക്കുക, കൊഴുക്കട്ട എന്തേലും ആട്ടെ. സായിപ്പ് കൊഴുക്കട്ട എടുത്ത് ഉടച്ചപ്പോൾ അതിനകത്ത് ചക്കരയും തേങ്ങായി. പരിഭാഷയ്ക്കുന്നവനെ വിളിച്ചു പറഞ്ഞു, ഇതെന്ത് വന്നു? അവൻ പറഞ്ഞു, ചക്കരയും തേങ്ങായി. ഇതിനകത്തുള്ളതാണ്. അല്ലല്ല, ഇതിനകത്ത് വെച്ചതാണെന്ന് പറഞ്ഞു. സായിപ്പ് ചോദിച്ചു, ഇതിനകത്ത് വെച്ചു. ഇംഗ്ലീഷിലാ ചോദിക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞത് അതുപോലെ. അപ്പോൾ പരിഭാഷക്കാരോട് ചോദിച്ചു, തേങ്ങ അവിടെ കോക്കനട്ട് തെങ്ങ കിടക്കുന്ന കാണിച്ചാണ്ടാത്ത അത് അല്ലേ ഞാൻ. ചക്കര ഉണ്ട കൊണ്ട് കാണിച്ചു. അപ്പൊ സായിപ്പ് ചോദിച്ചു, ഇത് രണ്ടും കൂടി ഇതിനകത്ത് വെച്ചതാണ്. സായിപ്പ് ഓർത്ത് ഇതിനകത്ത് ഇങ്ങനെ ഉള്ളതാണ്. നമ്മൾ ആപ്പിളും ഒക്കെ അല്ലെ ഓറഞ്ചും ഒക്കെ പൊളിക്കുമ്പം അതിനകത്ത് ഇരിക്കുകയല്ലേ അത്. സായിപ്പ് ഓർത്ത് ഇതിനകത്തുള്ളതാ ചക്കര. അപ്പം ഉള്ളതല്ല, വെച്ചതാ. അപ്പൊ സായിപ്പ് കൊടുക്കട്ടെ ഇഷ്ടം പോലെ. സായിപ്പ് മറ്റേ കൊടുക്കട്ടെ ഇതിനകത്ത് കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പൊ പരിഭാഷക്ക് പറഞ്ഞ അതിനകത്ത് എല്ലാത്തിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സായിപ്പ് ഒരു കൊടുക്കട്ട് എടുത്ത് നോക്കി. ഇതാരാ ഇത് ഉണ്ടാക്കിയത്? ഇതിന് ടെക്നീഷ്യൻ. ചട്ടയും മുണ്ടെടുത്തൊരു അമ്മ പേടിച്ച അമ്മച്ചിയെ സായിപ്പ് വിളിക്കുന്നുണ്ട്. തള്ള വിറച്ചു പോയി. സായിപ്പന്മാരുടെ കാലം തോക്കുമൊക്കെ ഉള്ള കാലമാണ്. തള്ള പേടിച്ച് വന്ന് നിന്നപ്പോൾ സായിപ്പ് ചോദിച്ചു, ഈ കൊഴുക്കട്ടയ്ക്കകത്ത് തേങ്ങയും ചക്കര എങ്ങനെ കയറ്റിയെന്ന് ചോദിച്ചു. സായിപ്പ് കൊഴുക്കട്ട എടുത്ത് നോക്കിയിട്ട് ഒരു വിടവും കാണുന്നില്ല ഇതിനകത്ത് കുത്തിക്കയറ്റാൻ. അയാൾ അമേരിക്ക വലിയ പാലമൊക്കെ പണിതേച്ച് വന്ന മേളിൽ കൂടെ പ്ലെയിൻ പോകുന്നു, പാലത്തെ കൂടെ 3-4 വരി കാറും ലോറി എല്ലാം പോകുന്നു, അടിയിൽ കൂടെ കപ്പൽ പോകുന്നു. അങ്ങനത്തെ പാലം പണിത സായിപ്പോട് വന്ന് കൊടുക്കട്ടയ്ക്കകത്ത് ഇതെല്ലാം കൂടെ തള്ളിക്കയറ്റി എങ്ങനെയാന്ന് സായിപ്പിന് അറിയത്തില്ല. അത്ര ടെക്നോളജിയാണ് നമ്മുടെ അമ്മമാരുടെ ടെക്നോളജി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞതുപോലെ മന്ന ഉരുണ്ടിരിക്കുക, എങ്ങനെ നോക്കിയാലും മൊനയില്ല എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ഒരു പാപവുമില്ല. 5-6 കോടതി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കണ്ടില്ലല്ലോ. പീലാത്തോസ് നോക്കിയിട്ട് കുറ്റം കണ്ടില്ല, ഹെരോദാവ് നോക്കിയിട്ടും കുറ്റം കണ്ടില്ല, മഹാപുരോഹിതന്മാർ അവൻ നോക്കിയിട്ട് കുറ്റം കണ്ടില്ല. അവൻ ഒരുത്തർക്കും ഒരു കുറ്റമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. അതാണ് മന്ന. ഇന്ന് രാത്രി ആ മന്ന മരുഭൂമിയിലുണ്ട്. ഇത് കഴിക്കുന്നവൻ അവൻ ജീവൻ പ്രാപിക്കും. ഇത് ഭക്ഷിക്കുന്നവന് സമൃദ്ധിയായ ജീവൻ കിട്ടും. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. 1, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുണ്ട്. 2, മരുഭൂമിയിൽ നിന്റെ മാറിയ ദൈവം മധുരമാക്കി തരും. 3, മരുഭൂമിയിൽ രോഗശാന്തിയുണ്ട്. 4, മരുഭൂമിയിൽ സമൃദ്ധിയുണ്ട്. 5, മരുഭൂമിയിൽ മന്നയുണ്ട്. ഇന്ന് രാത്രി ഈ മരുഭൂമി പ്രയാണത്തിൽ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് വേണ്ടി പ്രചാരമില്ല. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശു ഏകരക്ഷകൻ, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. നീ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിച്ച് അവൻ വിശുദ്ധ ജീവിതം നയിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശകടുത്ത് പോയാൽ നിനക്കും അങ്ങ് നിത്യതയിലെത്താം. ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിക്ക്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കരേറ്റ്.
ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈയടിച്ചങ്ങ് പാടാം. എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, കാരണം നിങ്ങൾ ഇറങ്ങിപ്പോവും. അത്യാവശ്യമുള്ളവർക്ക് പോകാം, അല്ലാത്തവർ ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. കാരണം എഴുന്നേക്കാന്ന് പറഞ്ഞാൽ അന്നേരം എല്ലാവരും പോകുമെന്ന് എനിക്കറിയാം. അത്യാവശ്യമുള്ളവർ പൊക്കോ, ഒരു കുഴപ്പമില്ല. എങ്കിലും 2 ശീല പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പോകാം. എന്നു നീ വന്നിടും എൻ്റെ മണ്ണവാള, നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീർക്കുവാ, ഞാൻ എൻ്റെ ആശ തീർക്കുവാ. ജയ ജയ മന്ന, ജയ ജയ മാനുവേലേ, മഹേശ മഹാരാജനേ, മഹേശ മഹാരാജനേ. ഓ മന്ന ജയ ജയ മന്ന, ജയ ജയ മാനുവേലേ, മഹേശ മഹാരാജ. കൈയടിച്ച് ചേർന്ന് മഹേശ മഹാരാജനേ. ഓ നാഗളനാദവും ദൂതഗണങ്ങളും കോടിരഥങ്ങളുമായി വന്നിടോ പ്രിയ രക്ഷകൻ, വന്നിടോ പ്രിയ രക്ഷകൻ. മന്നാ ജയ ജയ, മന്നാ ജയ ജയ മാനുവേലേ. ചേർന്ന് പാടാം, കൈയടിച്ച്. മഹേശ മഹാരാജനേ, മഹേശ മഹാരാജനേ. ഓ നാഗളനാദവും ദൂതഗണങ്ങളും കോടിരഥങ്ങളുമായി വന്നിടും പ്രിയ രക്ഷകൻ, വന്നിടോ പ്രിയ രക്ഷകൻ. മന്നാ ജയ ജയ, മന്നാ ജയ ജയ മാനുവേലേ, മഹേശ മഹാരാജനേ. മഹേശ നീ വന്നിടും എൻ്റെ മണവാള, നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ, ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ. ഓ എന്നു നീ വന്നിടും എൻ്റെ മണവാള, നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ, ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ. ഓ മന്നാ ജയ ജയ, മന്നാ ജയ ജയ മാനുവേലേ, മഹേശ മഹാരാജനേ, മഹേശ മഹാരാജനേ. മന്നാ ജയ ജയ, മന്നാ ജയ ജയ മാനുവേലേ, മഹേശ മഹാരാജനേ, മഹാരാജനേ. ഓ നാഗളനാദവും ദൂതഗണങ്ങളും കോടിരഥങ്ങളുമായി വന്നിടോ പ്രിയ രക്ഷകൻ, വന്നിടോ പ്രിയ രക്ഷകൻ. ഓ മന്നാ ജയ ജയ, മന്നാ ജയ ജയ മാനുവേലേ, മഹേശ മഹാരാജനേ, മഹേശ മഹാരാജനേ. ഓ മന്നാ ജയ ജയ, മന്നാ ജയ ജയ മഹേശ മഹാരാജനേ, മഹേശ മഹാരാജനേ. കരമുയർത്തി ഹല്ലേലൂയ പാടാം, ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ദയവായി 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. 2 മിനിറ്റ് എല്ലാവരും ദയവായി ആ കരങ്ങൾ ഉയർത്തി 2 ശീലൂടെ പാടാം. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇന്നും എന്നേക്കും ചേർന്ന് ഓ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച്